ഭൂമിശാസ്ത്രം. ഈ ഭൂമിശാസ്ത്രപരമായിട്ടാണെങ്കിൽ ഇന്ത്യയുടെ ഹിമാലയ ഭാഗങ്ങൾ, ഇന്ത്യൻ ഭൂപ്രകൃതി അനുസരിച്ചുള്ള ഹിമാലയത്തിന്റെ ഭാഗം, ഇന്ത്യയിലെ നദികൾ, നമ്മുടെ നീളം കൂടിയ നദി, പടിഞ്ഞാറോട്ട് ഒഴുകുന്നത്, ഇങ്ങനെയൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ അതില് ഏറ്റവും ബേസ് ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് റിവർ സിസ്റ്റം ഇൻ ഇന്ത്യ. GK ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയതോ അല്ലെങ്കിൽ ഇന്ത്യയിലൂടെ മാത്രം ഒഴുകുന്ന നീളം കൂടിയ നദി, ഇത്തരത്തിലൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ്. അപ്പൊ വെറുതെ ഞാൻ 1-2 ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ. ഏറ്റവും നീളം കൂടിയ ഹിമാലയൻ നദി ഏതാണ്? അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ. ഏറ്റവും നീളം കൂടിയ ഹിമാലയൻ നദി. സിന്ധു. ഓക്കെ, സിന്ധു ശരിയാണ്. സിന്ധു ആണ് ശരി. പക്ഷെ നമ്മൾ നീളം നോക്കി കഴിഞ്ഞാൽ ബ്രഹ്മപുത്രയാണ്. പക്ഷെ നമുക്ക് ബ്രഹ്മപുത്രയെക്കാളും നമ്മുടെ ആൻസർ ആയിട്ട് കോമ്പറ്റേറ്റീവ് എക്സാമിന് എല്ലാത്തിനും തന്നെ ആൻസർ ആയിട്ട് വരുന്നത് സിന്ധു ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം കൂടിയ നദി, പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം കൂടിയ നദി. ഗോദാവരിയാണോ? കറക്റ്റാണ്. അപ്പോ പൂർണ്ണമായിട്ടും ഇന്ത്യയിലൂടെ ചോദിച്ചു കഴിഞ്ഞാല് ഗോദാവരിയാണ്. നമ്മുടെ ഇന്ത്യയിലെ നദികളെ പ്രധാനമായിട്ട് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഹിമാലയൻ നദികളെന്നും ഉപദ്വീപീയ നദികളെന്നും രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. ഹിമാലയൻ നദികൾ എന്ന് പറഞ്ഞാൽ ഹിമാലയൻ താഴ്വരകളിൽ നിന്നും ഉത്ഭവിക്കുന്നവ അല്ലെങ്കിൽ ഹിമാലയൻ താഴ്വരകളിലൂടെ ഒഴുകുന്നവയാണ് ഹിമാലയൻ നദികൾ. ഈ ഹിമാലയൻ നദികളെല്ലാം തന്നെ ഗ്ലേസിയറിൽ നിന്നാണ് ഉത്ഭവിക്കുക, അല്ലെങ്കിൽ ഹിമാനിയിൽ നിന്നാണ് ഉത്ഭവിക്കുക. ഹിമാനി എന്ന് പറയുമ്പോൾ ചലിക്കുന്ന മഞ്ഞുപാളി എന്നാണ് അർത്ഥം വരുന്നത്. ചലിക്കുന്ന മഞ്ഞുപാളിയാണ് ഹിമാനി അല്ലെങ്കിൽ ഗ്ലേസിയർ എന്ന് പറയുന്നത്. ഇത് ഹിമാലയൻ താഴ്വരകളിലൂടെ ഒഴുകുന്ന നദികളാണ് ഹിമാലയൻ നദികൾ. ഗ്ലേസിയറിൽ നിന്നും ഉത്ഭവിക്കുന്നവയാണ് ഹിമാലയൻ നദികൾ. ഹിമാലയൻ നദികളുടെ പേരിങ്ങനെയാണ്: ഒന്ന് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. അപ്പോൾ ഹിമാലയൻ നദികളുടെ ലിസ്റ്റ് ഇതാണ്: സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഏതൊക്കെയാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. അടുത്തതായിട്ട് പെനിസുലർ റിവേഴ്സ് അല്ലെങ്കിൽ ഉപദ്വീപീയ നദികൾ എന്ന് പറയുന്നത് ഹിമാലയൻ നദികൾ പോലെ തന്നെ ഉപദ്വീപീയ നദികൾ. പെനിസുലർ റിവേഴ്സ് ഉപദ്വീപീയ ഇന്ത്യയുടെ ഭാഗമായി ഒഴുകുന്നവ, അതായത് നമ്മുടെ ഏകദേശം മധ്യപ്രദേശിലേക്ക് ആ ഭാഗം മുതൽ തെക്കോട്ടൊഴിച്ച് ഒഴുകുന്നതാണ് ഉപദ്വീപീയ നദികൾ. ഈ ഉപദ്വീപീയ നദികളെ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിക്കാം: അറബിക്കടലിലേക്ക് പതിക്കുന്നവയെന്നും ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നവയെന്നും പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിക്കാം. ഇതില് അറബിക്കടലിന്റെ ഭാഗത്തേക്ക് പോകുന്നവ, അതായത് വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് എന്ന് പറയും. വെസ്റ്റ് ഫ്ലോയിങ് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്. അറബിക്കടൽ എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് ഭാഗത്താണ്. അതുകൊണ്ട് വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അതാ നർമ്മദ, താപ്തി, മാഹി, സബർമതി. ഇത്രയും ഒന്ന് ഓർത്തിരിക്കുക: നർമ്മദ, താപ്തി, മാഹി, സബർമതി. ഒന്നുകൂടെ: നർമ്മദ, താപ്തി, മാഹി, സബർമതി. അടുത്ത് കിഴക്കോട്ട് ഒഴുകുന്നവ ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ആണെങ്കിൽ ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി. ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി. ഇത്രയുമാണ് ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ്. ഒന്നുകൂടെ: വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ആണെങ്കിൽ നർമ്മദ, താപ്തി, മാഹി, സബർമതി. ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ആണെങ്കിൽ ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി. ഈ പറയുന്ന നദികൾ ചിലപ്പോൾ ചോദിക്കും പശ്ചിമ ദിക്കിലേക്ക് ഒഴുകുന്നത് ഏത്, പൂർവ്വ ദിക്കിലേക്ക് ഒഴുകുന്നത് ഏതെന്ന് ചോദിക്കും. അപ്പൊ നമുക്ക് പശ്ചിമവും പൂർവ്വവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. അപ്പൊ പശ്ചിമം എന്ന് പറയുന്നത് ഏതാണ്? പടിഞ്ഞാറാണോ കിഴക്കാണോ? കമന്റ് ചെയ്തോളൂ. പശ്ചിമം എന്ന് ഉദ്ദേശിക്കുന്നത് പടിഞ്ഞാറാണോ കിഴക്കാണോ? ഓക്കെ, പടിഞ്ഞാറ് ഭാഗമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈസ്റ്റ്, അതായത് കിഴക്ക് ഭാഗത്തിനെയാണ് നമ്മൾ പൂർവം എന്ന് പറയുന്നത്. പൂർവ്വ ഭാഗം എന്ന് പറഞ്ഞാൽ ബംഗാൾ ഉൾക്കടലാണ്. അപ്പോൾ പൊതുവെ കോമ്പറ്റീവ് എക്സാമിന് ഏറ്റവും കൂടുതൽ കാണുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കുറെ നദികളുടെ ലിസ്റ്റ് തരും. കുറെ നദികളുടെ ലിസ്റ്റ് തന്നിട്ട് പറയും ഈ തന്നിരിക്കുന്നത് അറബിക്കടലിൽ പതിക്കുന്നത് ഏത് അല്ലെങ്കിൽ പതിക്കാത്തത് ഏതെന്ന് ചോദിക്കാം. ഇല്ല എങ്കിൽ പശ്ചിമ ദിക്കിലേക്ക് ഒഴുകുന്ന ഏത്, പൂർവ്വ ദിക്കിലേക്ക് ഏതെന്ന് ചോദിക്കാം. അപ്പോൾ ഹിമാലയൻ നദികളിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഹിമാലയൻ നദികളിൽ സിന്ധു അറബിക്കടലിൽ പതിക്കും, എന്നാൽ ഗംഗയും ബ്രഹ്മപുത്രയും ബംഗാൾ ഉൾക്കടലിൽ ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ആണ്. അപ്പൊ സിന്ധു മാത്രമാണ് വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ്. അപ്പൊ ഒന്നുകൂടെ പറയുന്നു, ഇന്ത്യയിലെ നദികളെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിക്കുന്നു: ഹിമാലയൻ നദികളെന്നും ഉപദ്വീപീയ നദികളെന്നും. ഹിമാലയൻ നദികളാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. സിന്ധു നേരെ അറബിക്കടലിൽ, ഗംഗയും ബ്രഹ്മപുത്രയും ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. അടുത്തതായിട്ട് ഉപദ്വീപീയ നദികൾ. ഉപദ്വീപീയ നദികളുടെ ഒരു പ്രത്യേകത നേരത്തെ പറയാൻ വിട്ടുപോയതാണ്: പർവ്വതങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്നവയാണ് ഉപദ്വീപീയ നദികൾ. എല്ലാ ഉപദ്വീപീയ നദികളും പർവ്വതങ്ങളിൽ നിന്നാണ് ഉത്ഭവിക്കുക. ഇത് മൺസൂൺ മഴയെ തുടർന്ന് ഒഴുകുന്നവയാണ്. നമ്മുടെ മൺസൂൺ മഴ ലഭിക്കുമ്പോഴത്തേക്കും ഇത് പർവ്വതങ്ങളിൽ സംഭരിച്ചു വച്ചിരിക്കുകയും
പിന്നീട് ഇതാണെങ്കിൽ ചെറിയ നീരുറവുകളായിട്ട് ഉത്ഭവിക്കുകയും ചെയ്യുന്നതാണ് ഉപദ്വീപീയ നദികൾ. അതുകൊണ്ട് തന്നെ മൺസൂൺ മഴയെ തുടർന്ന് ഒഴുകുന്നവ ചോദിച്ചാൽ പർവ്വതങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്നവയെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം ഉപദ്വീപീയ നദികളാണ്. അതാണെങ്കിൽ ഉപദ്വീപീയ ഇന്ത്യയുടെ ഭാഗമായിട്ടാണ് ഒഴുകുന്നത്. അപ്പോൾ ഉപദ്വീപീയ നദികൾ രണ്ടായി തിരിക്കുന്നുണ്ട്. പടിഞ്ഞാറോട്ട് ഒഴുകുന്നവ, കിഴക്കോട്ട് ഒഴുകുന്നവ. പടിഞ്ഞാറോട്ട് ഒഴുകുന്നവ നർമ്മദ, താപ്തി, മാഹി, സബർമതി, അതായത് അറബിക്കടലിൽ പതിക്കുന്നു. കിഴക്കോട്ട് ഒഴുകുന്നവ ചോദിച്ചാൽ ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി, ഇതെല്ലാം ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. അപ്പോ ഇനി ഓരോ നദികളായിട്ട് നമുക്ക് പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രമായിട്ട് നോക്കി പോവാം. ഇത്രയും ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇത്രയും ഓക്കെ ആണല്ലോ. നിങ്ങൾ സ്പീഡ് കുറച്ചുകൂടെ കൂട്ടണമോ ഈ സ്പീഡ് മതിയോ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോളൂ. നിങ്ങൾ വോയിസ് ചെയ്യാൻ എണ്ണമൊന്നും നിർബന്ധമില്ല, ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താലും മതി. വോയിസ് ഓക്കെ, ഈ സ്പീഡ് മതി. ഓക്കെ ഓക്കെ. അപ്പൊ അടുത്ത് ഓരോ നദികളായിട്ട് നോക്കാം. പ്രധാനമായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള മേഖലകൾ. നമ്മുടെ ഇന്ത്യയുടെ ഈ ഭാഗത്ത് ചൈനയിൽ നിന്നും ഉത്ഭവിച്ചിട്ട് ഇന്ത്യയിലൂടെ വന്ന് പാകിസ്ഥാനിലൂടെ വന്ന് ഏറ്റവും അവസാനം അറബിക്കടലിൽ പതിക്കുന്ന നദിയാണ് സിന്ധു. സിന്ധു ഒഴുകുന്ന രാജ്യങ്ങൾ എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക: ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ. ചൈന, ഇന്ത്യ, പാകിസ്ഥാനിലൂടെ വന്ന് അറബിക്കടലിൽ പതിക്കുന്ന നദിയാണ് സിന്ധു നദി. ഗംഗയാണെങ്കിൽ ഇന്ത്യയിലൂടെ വന്നിട്ട് നേരെ ബംഗ്ലാദേശ് വഴി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദിയാണ് ഗംഗാ നദി. ബ്രഹ്മപുത്ര ഇതേ ചൈനയുടെ ഭാഗത്ത് നിന്ന് ഉത്ഭവിച്ചിട്ട് ഇന്ത്യയിലൂടെ വന്ന ബംഗ്ലാദേശ് വഴി നേരെ ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. അപ്പോൾ ഒന്നുകൂടെ, സിന്ധു ആണെങ്കിൽ ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ. അത് കഴിഞ്ഞിട്ട് ഗംഗയാണെങ്കിൽ ഇന്ത്യ, ബംഗ്ലാദേശ്. ബ്രഹ്മപുത്ര ചൈന, ഇന്ത്യ, ബംഗ്ലാദേശ്. ഇത്തരത്തിലാണ് ഹിമാലയ നദികളായ മൂന്നെണ്ണവും ഒഴുകുന്നത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര മൂന്നിന്റെയും ഒഴുകുന്ന ദിശ ഇങ്ങനെയാണ്. അപ്പോൾ ഇതിനകത്ത് സിന്ധു നദീ ജല തർക്കം നിലനിൽക്കുന്ന രാജ്യങ്ങൾ, സിന്ധു നദീ ജല തർക്കം നിലനിൽക്കുന്ന രാജ്യങ്ങൾ ചോദിച്ചാല് അത് ആരൊക്കെ ആയിരിക്കും? പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലായിരിക്കും. സിന്ധു നദീ ജല കരാർ എന്ന് പറയുമ്പോൾ സിന്ധു നദിയിലെ ജലം നമ്മളും പാകിസ്ഥാനും തമ്മിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വീതം വെച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ സിന്ധു നദീജല കരാർ ചോദിക്കുമ്പോഴത്തേക്കും അത് ഒപ്പുവെച്ച രാജ്യങ്ങൾ ചോദിച്ചാലും അല്ലെങ്കിൽ സിന്ധു നദീജല തർക്കം നിലനിൽക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനുമാണ്. അപ്പോൾ ഗംഗാ നദീജല തർക്കം ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയും ബംഗ്ലാദേശുമാണ്. കാരണം ഈ ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഗംഗ അടുത്ത് പോകുന്നത് ബംഗ്ലാദേശിലേക്കാണ്. അതുകൊണ്ട് ഗംഗാ നദീജല തർക്കം ചോദിച്ചു കഴിഞ്ഞാൽ അത് ബംഗ്ലാദേശാണ്. നമ്മുടെ ദേശീയ നദിയാണ് ഗംഗ. നമ്മുടെ ദേശീയ നദി, ഇന്ത്യയുടെ ജീവരേഖ എന്നെല്ലാം അറിയപ്പെടുന്നത് ഗംഗയാണ്. കാരണം ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയത് ഗംഗയാണ്. ഇന്ത്യയിലൂടെ ഒഴുകുന്നത്, ആ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി എന്ന് ചോദിച്ചാലും ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം കൂടിയ നദിയൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും ഏതാണ്? ഗംഗയാണ്. എന്നാൽ ബ്രഹ്മപുത്ര ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതാണെങ്കിൽ അരുണാചൽ പ്രദേശ്, ആസാം എന്ന് പറയുന്ന രണ്ട് സംസ്ഥാനങ്ങളുടെ മാത്രമാണ് ബ്രഹ്മപുത്ര ഒഴുകുന്നത്. അതുപോലെ സിന്ധു ആണെങ്കിൽ നമ്മുടെ ലഡാക്ക് എന്ന് പറയുന്ന കേന്ദ്രഭരണ പ്രദേശത്തിലൂടെ ഒഴുകുന്നത്. എന്നാൽ ഗംഗ 5 സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നതിനാൽ ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം കൂടി ചോദിച്ചു കഴിഞ്ഞാൽ ഗംഗയാണ്. നമ്മുടെ ദേശീയ നദി ഗംഗയാണ്. ദേശീയ നദിയായി പ്രഖ്യാപിക്കപ്പെട്ടത് 2008 നവംബർ 4. 2008 നവംബർ 4 ദേശീയ നദിയായി പ്രഖ്യാപിച്ചത്. ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2008 നവംബർ 4. 2008 നവംബർ 4 ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ ജീവരേഖ എന്നറിയപ്പെടുന്നതും ഗംഗയാണ്. എന്നാൽ ഈ 3 നദികൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഹിമാലയ നദികളിൽ ഏറ്റവും നീളം കൂടിയത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ സിന്ധു ആണ്. യഥാർത്ഥത്തിൽ നീളം വെച്ച് നോക്കി കഴിഞ്ഞാൽ ബ്രഹ്മപുത്രയാണ്. ബ്രഹ്മപുത്ര നീളം ഏകദേശം ഒരു 3400 സംതിങ് വരുന്നുണ്ട്. പക്ഷെ സിന്ധുവിൻ്റെതാണ് 2880 പറയുന്നത്. 2880. ഗംഗയാണെങ്കിൽ 25. ബ്രഹ്മപുത്ര 2900. ഈ അളവുകളാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്. എങ്കിലും പഴയ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ പണ്ട് കാലം മുതലേ നമ്മൾ കാണാതെ ചെറിയ പ്രായം മുതലേ പഠിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഏറ്റവും നീളം കൂടിയ ഹിമാലയ നദി സിന്ധു. പക്ഷേ ഇപ്പോഴും ആ ക്വസ്റ്റ്യന് മാറ്റമൊന്നുമില്ല. സിന്ധു എന്ന് തന്നെ പഠിക്കുക. പക്ഷെ നമ്മൾ ഈ ബ്രഹ്മപുത്രയുടെ നീളത്തിലൊക്കെ ആകെ കൺഫ്യൂഷൻ ഉള്ളതാണ്. സാധാരണ കോമ്പറ്റേറ്റീവ് എക്സാമിനെല്ലാം നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും 2900 പഠിച്ചാൽ മതി. പക്ഷെ വിക്കിപീഡിയ നോക്കിയാലോ ഗൂഗിൾ സെർച്ച് നോക്കി കഴിഞ്ഞാലോ അല്ലെങ്കിൽ മറ്റു വെബ്സൈറ്റിലൊക്കെ നോക്കി കഴിഞ്ഞാൽ വ്യത്യസ്തമായ അളവുകളാണ് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് തൽക്കാലം നീളം, ഈ നീളം വെച്ച് നോക്കിയാൽ ബ്രഹ്മപുത്രയാണ് എങ്കിലും ആൻസർ എന്ന് പറഞ്ഞാൽ സിന്ധു ആണ്.
അപ്പൊ ഏറ്റവും നീളം കൂടിയ ഹിമാലയ നദി ചോദിച്ചു കഴിഞ്ഞാൽ സിന്ധു. ഏറ്റവും നീളം കൂടിയ ഹിമാലയ നദി ചോദിച്ചു കഴിഞ്ഞാൽ സിന്ധു ആണ്. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഗംഗയാണ്. അറബിക്കടലിൽ പതിക്കുന്ന ഏറ്റവും നീളം കൂടിയ നദി ചോദിച്ചു കഴിഞ്ഞാൽ സിന്ധു ആണ്. ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന ഏറ്റവും നീളം കൂടിയത് ബ്രഹ്മപുത്രയാണ്. ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ചോളൂ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയത് ഗംഗ. എന്നാൽ ഹിമാലയ നദികളിൽ ഏറ്റവും നീളം കൂടിയത് സിന്ധു. പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് അല്ലെങ്കിൽ അറബിക്കടലിൽ പതിക്കുന്ന നീളം കൂടിയത് ചോദിച്ചു കഴിഞ്ഞാലും സിന്ധു. കിഴക്കോട്ട് ഒഴുകുന്ന അല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നീളം കൂടിയ നദി ചോദിച്ചു കഴിഞ്ഞാലും ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്ര ക്ലിയർ ആണെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ ഇതില് ഏറ്റവും അധികം ജലം വഹിക്കുന്ന നദി ഏതായിരിക്കും? ടൈപ്പ് ചെയ്താലും മതി. എല്ലാവരും കൂടി ചിലപ്പോൾ മൈക്ക് അൺമ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും വോയിസ് ചിലപ്പോൾ ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ട് വരാം. അതുകൊണ്ട് കമന്റ് ചെയ്താലും മതി. കമന്റ് ചെയ്യുമ്പോൾ മുഴുവൻ ടൈപ്പ് ചെയ്യണമെന്നില്ല, 2-3 വാക്കുകൾ മാത്രം. ഓക്കെ. ഏറ്റവും അധികം ജലം വഹിക്കുന്ന ബ്രഹ്മപുത്ര. ഏറ്റവും അധികം ജലം വഹിക്കുന്ന ബ്രഹ്മപുത്രയുടെ നീളം ഒന്ന് പറയാമോ? പോഷക നദിയിലാണോ ഉദ്ദേശിച്ചത്? അല്ല അല്ല, ഈ എത്ര കിലോമീറ്റർ എന്ന് പറഞ്ഞില്ലേ, അതൊന്ന് പറയോ? ബ്രഹ്മപുത്രയുടെ ബോർഡ് ശരിക്കും കാണാൻ വയ്യ. ബ്രഹ്മപുത്ര ഇത് കാണുന്നുണ്ടോ? എടാ, ഇത് കാണാൻ പറ്റുന്നുണ്ടോ? മൊത്തത്തിൽ കാണാൻ പറ്റുന്നില്ല. കാണുന്നില്ല. ഈ ഭാഗം കാണുന്നില്ല. ഇല്ല. ക്ലാരിറ്റി കുറവാണോ അതോ ഒന്നും കാണാൻ പറ്റുന്നില്ലേ? അല്ല, ആ സൈഡ് കിട്ടാത്തതാണ്. ഞാൻ ഈ ബ്രഹ്മപുത്ര നീളം എഴുതിയിരിക്കുന്ന ഈ ഭാഗം ക്ലിയർ ആണോ? ബോർഡിൽ കിട്ടുന്നുണ്ടോ? ഇല്ല സർ, ആ സൈഡ് കുറച്ച് കട്ടായി പോയിട്ടുണ്ട്. 252 വരെ ഉള്ളൂ. 252. പക്ഷെ എന്റെ സ്ക്രീനിൽ ഇങ്ങറ്റം വരെ ഉണ്ട്. എന്തായാലും കുഴപ്പമില്ല. അപ്പൊ അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇപ്പൊ കാണുന്നുണ്ടോ? ഇപ്പൊ ഓക്കെ. എന്റെ സ്ക്രീനിലും ഫുള്ള് കാണാം. എന്റെ ഫുള്ള് കാണാം. ശരി. അപ്പോ 2880 ആണ് നമ്മുടെ സിന്ധുവിന്റെ നീളം. ഗംഗയുടേതാണെങ്കിൽ 2525 ആണ്. ബ്രഹ്മപുത്ര 2900 ആണ്. 2900 ആണ്. അപ്പൊ നമുക്കിതില് ഏറ്റവും നീളം കൂടിയ നദിയാണ് ചോദിക്കുന്നതെങ്കിൽ ഗംഗയും. എന്നാൽ നമ്മുടെ അതായത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ചോദിച്ചു കഴിഞ്ഞാൽ ഗംഗയും. ഹിമാലയ നദികളിൽ ഏറ്റവും നീളം കൂടിയത് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിന്ധുവും. പടിഞ്ഞാറോട്ടൊഴുകുന്ന നീളം കൂടിയതാണെങ്കിൽ സിന്ധുവും. കിഴക്കോട്ടൊഴുകുന്നത് അല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്രഹ്മപുത്രയുമാണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇനി ഇതുപോലെ തന്നെ ചോദിക്കുന്ന മറ്റു ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഉപദ്വീപീയ നദികളിൽ നീളം കൂടിയത് അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലെ നീളം കൂടിയത്, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. തൽക്കാലം നമ്മൾ അത് പറയുന്ന മുമ്പ് ഇതിനകത്തുള്ള കുറച്ച് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് കൂടെ പറയുന്നു. നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ മതി. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നിങ്ങൾ ഇത് നോക്കി മനസ്സിലാക്കി ഒന്ന് കമന്റ് ചെയ്താൽ മതി. ഓക്കെ. നമ്മുടെ ഏറ്റവും അധികം പോഷക നദികളുള്ള നദി ഏതായിരിക്കും? ഈ കാണുന്നതില് ഏകദേശം നമുക്ക് ചിത്രം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഏറ്റവും അധികം പോഷക നദികളുള്ളത് ഏത് നദിയായിരിക്കും? സിന്ധു. ഗംഗ. ഓക്കെ. ഗംഗയാണ് ഏറ്റവും അധികം പോഷക നദികളുള്ളത്. പാകിസ്ഥാന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നതോ? പാകിസ്ഥാന്റെ ജീവരേഖ സിന്ധു. ഓക്കെ, സിന്ധു. ഇന്ത്യയുടെ ജീവരേഖ അതായത് ഏറ്റവും കൂടുതൽ നീളം ഒഴുകണം ഗംഗ. ഓക്കെ. ആസാമിന്റെ ദുഃഖം ബ്രഹ്മപുത്ര. കാരണം ആസാമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന ബ്രഹ്മപുത്ര. ആസാമിലോട്ട് പോയത് ബ്രഹ്മപുത്ര മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആസാമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ്. ആസാമിന്റെ ദുഃഖം ബ്രഹ്മപുത്ര. ഓക്കെ. ഇനി അടുത്തതായിട്ട് ഉപദ്വീപീയ നദികളൂടെ പറയാൻ പോകുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉപദ്വീപീയ നദികളെ രണ്ടായി തിരിക്കുന്നുണ്ട്. കിഴക്കോട്ട് ഒഴുകുന്നവ എന്നും പടിഞ്ഞാറോട്ട് ഒഴുകുന്നവ എന്നും. അതില് കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ് ഒന്ന് ഈ ഭാഗത്തു നിന്നൊരു ഗോദാവരി, അടുത്തത് കൃഷ്ണ, അടുത്തത് കാവേരി. ഈ 3 ആദ്യം നോക്കുക. ഗോദാവരി, കൃഷ്ണ, കാവേരി. ഇനി ഒന്നുകൂടെ ഉണ്ട് മഹാനദി. ഈ ഭാഗത്തു നിന്നൊരു ഛത്തീസ്ഗഡിന്റെ ഭാഗത്തു നിന്നൊരു മഹാനദി. അപ്പോ പോഷക നദികള് ഇതിലെ ഉപദ്വീപീയ നദികൾ ഇവയാണ്. ഒന്ന് ഗോദാവരി. അതിന്റെ നീളം ഞാൻ എല്ലാത്തിന്റെയും നീളം എഴുതാം, എന്നിട്ട് ഞാൻ ക്വസ്റ്റ്യൻസ് പറയാം. ഗോദാവരിയുടെ വെച്ചാൽ 1465. കൃഷ്ണയാണെങ്കിൽ 1400.
കാവേരി 800, മഹാനദി 857. ഒന്നുകൂടെ പറയാം, ഗോദാവരിയുടെ നീളമാണെങ്കിൽ 1000 നദികളുടെ പേരുടെ ഞാൻ എഴുതാം, അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് വരില്ല. ഇത് ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി. ഓക്കെ, ഗോദാവരിയുടെ നീളം 1465, കൃഷ്ണയാണെങ്കിൽ 1400, കാവേരി 800, മഹാനദി 857. അപ്പൊ ഞാൻ ഇനി ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഉപദ്വീപീയ നദി. 857 ആണോ 875 ആണോ? 1465 ഗോദാവരി, തൊട്ടു മുകളിലുള്ളത് 857 അത് മാർക്ക് 857 മഹാനദി, 1465 ഗോദാവരി, 1400 കൃഷ്ണ, 800 കാവേരി, 857 മഹാനദി. ഓക്കെ, അപ്പോ ഈ നീളം നോക്കുമ്പോൾ തന്നെ ഏകദേശം നമുക്കറിയാം, ഉപദ്വീപീയ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും നീളം കൂടിയത് ചോദിച്ചു, രണ്ടാം സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും? കൃഷ്ണ. ഒന്നാമത്തേത് ഗോദാവരി, രണ്ടാമത്തേത് കൃഷ്ണ. അങ്ങനെയാണെങ്കിൽ ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന ഏറ്റവും നീളം കൂടിയത് ചോദിച്ചു കഴിഞ്ഞാൽ ഗോദാവരി, രണ്ടാം സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ കൃഷ്ണ. ഈ ഭാഗത്തിനെ ഡെക്കാൻ പീഠഭൂമി എന്നറിയപ്പെടുന്നുണ്ട്. തലകീഴായ ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന ഈ ഭാഗമാണ് ഡെക്കാൻ പീഠഭൂമി. അതുകൊണ്ട് ഡെക്കാനിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയത് ചോദിച്ചാൽ ഗോദാവരി, രണ്ടാമത്തേത് കൃഷ്ണ. ഈ ഭാഗത്തെയാണ് നമ്മൾ ഉപദ്വീപീയ ഇന്ത്യ എന്ന് പറയുന്നത്. 3 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ടാൽ വിളിക്കുന്ന പേരാണ് ഉപദ്വീപ്, പെനിസുലാർ. 3 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ടാൽ വിളിക്കുന്ന പേരാണ് ഉപദ്വീപ്, പെനിസുലാർ. അതുകൊണ്ട് ഉപദ്വീപീയ ഇന്ത്യയിൽ നീളം കൂടിയത് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് തന്നെയാണ്? ഗോദാവരി. മറ്റ് പ്രധാനപ്പെട്ട 2 നദികളുണ്ട്, നർമ്മദയും താപ്തിയും. അത് നർമ്മദയും താപ്തിയും ഇങ്ങനെ പടിഞ്ഞാറോട്ടാണ് ഒഴുകുക, ഇങ്ങോട്ടാണ് വരിക നർമ്മദയും താപ്തിയും. ഇതില് നർമ്മദയുടെ നീളം ചോദിച്ചു കഴിഞ്ഞാൽ 1312. അതിൽ ഗോദാവരിയുടെ നീളം എന്ന് പറയുന്നത് 1465, എന്നാൽ നർമ്മദയുടെ നീളം എന്ന് പറയുന്നത് 1312. താപ്തി ആണെങ്കിൽ 724. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഇതാണ്, പടിഞ്ഞാറോട്ടൊഴുകുന്ന നീളം കൂടിയ ഉപദ്വീപീയ നദി ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും? നർമ്മദ. പടിഞ്ഞാറോട്ടൊഴുകുന്ന നീളം കൂടിയ ഉപദ്വീപീയ നദി ചോദിച്ചു കഴിഞ്ഞാൽ നർമ്മദ, രണ്ടാം സ്ഥാനം താപ്തി. കിഴക്കോട്ടൊഴുകുന്ന നീളം കൂടിയത് ഗോദാവരി, രണ്ടാം സ്ഥാനം കൃഷ്ണ. പടിഞ്ഞാറോട്ട് ചോദിച്ചാൽ നർമ്മദ, രണ്ടാം സ്ഥാനം താപ്തി. ഓക്കെ ആണല്ലോ. അപ്പോ ഇനി ഇതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് പറയുന്നു. നിങ്ങൾ പെട്ടെന്ന് കമന്റ് ചെയ്തോളൂ, പെട്ടെന്ന് കമന്റ് ചെയ്യുക. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം കൂടിയ നദി, പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം കൂടിയ നദി ഗംഗ. ടൈപ്പ് ചെയ്താൽ മതി. ഗോദാവരിയാണ്, ഗോദാവരി. കാരണം ഗംഗ എന്ന് പറയുന്നത് ഇന്ത്യയിലും വന്നു, ബംഗ്ലാദേശിലും വന്നു, ഹിമാലയ നദികളെല്ലാം മറ്റ് രാജ്യങ്ങളിലും പോയി. സിന്ധു ആണെങ്കിൽ ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ 3 രാജ്യങ്ങളിലൂടെയാണ് സിന്ധു പോയത്. ഗംഗയാണെങ്കിലോ ഇന്ത്യയിലും ബംഗ്ലാദേശിലുമായിട്ട് 2 രാജ്യങ്ങളിലാണ് ഗംഗ പോയത്. എന്നാൽ ബ്രഹ്മപുത്രയാണെങ്കിൽ 3 രാജ്യം, ഒന്ന് ചൈന, ഇന്ത്യ, പിന്നെ ബംഗ്ലാദേശ്, 3 രാജ്യത്തിലൂടെ നമ്മുടെ ബ്രഹ്മപുത്ര പോയി. അങ്ങനെയാണെങ്കിൽ ഹിമാലയ നദികളെല്ലാം മറ്റ് രാജ്യങ്ങളിലൂടെ പോകുമ്പോൾ ഉപദ്വീപീയ നദികൾ മറ്റ് രാജ്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നില്ല, ഇന്ത്യയിലൂടെ വന്നിട്ട് നേരെ ചെന്ന് കടലിൽ മാത്രമാണ് പതിക്കുക. ഒന്നേ ഇത് ബംഗാൾ ഉൾക്കടലിൽ പതിക്കും, അല്ലെങ്കിൽ അറബിക്കടലിൽ പതിക്കും. അതുകൊണ്ട് ഇന്ത്യയിലൂടെ മാത്രം ഒഴുകുന്ന ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉപദ്വീപീയ നദികൾ മാത്രമേ ഉള്ളൂ. അതിലേറ്റവും വലുത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗോദാവരിയാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഇതാ, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. ക്ലിയർ ആണ്, ഗോദാവരി. ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്ന് വേർതിരിക്കുന്ന നദി. ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്ന് വേർതിരിക്കുന്ന നദി. ഓക്കെ, നർമ്മദ. ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്ന് വേർതിരിക്കുന്ന നദി നർമ്മദ. ഹിമാലയൻ നദിയോ ഉപദ്വീപീയ നദിയോ അല്ലാത്ത നദി. ഹിമാലയൻ നദിയോ ഉപദ്വീപീയ നദിയോ അല്ലാത്ത നദി ഞാനിതിൽ വരച്ചിട്ടില്ല. ഞാൻ ആദ്യത്തെ ഒരു സെറ്റ് പറഞ്ഞത് ഹിമാലയൻ നദികളാണ്, രണ്ടാമത് പറഞ്ഞത് ഉപദ്വീപീയ നദികളാണ്. ഈ 2 കൂട്ടത്തിലും പെടാത്ത ഒരു നദി ഉണ്ടാകും. ഹിമാലയൻ നദിയോ ഉപദ്വീപീയ നദിയോ അല്ലാത്ത നദി ഏതായിരിക്കും? മഹാനദിയല്ല, ഞാനിതിൽ വരച്ചിട്ടില്ല. ആ നദി സമുദ്രത്തിലും പതിക്കാറില്ല.
സമുദ്രത്തിൽ പതിക്കാത്ത നദിയാണത്. ഓക്കെ, കറക്റ്റ് ആണ്, ലൂണി. അപ്പൊ സമുദ്രത്തിൽ പതിക്കാത്ത നദി ചോദിച്ചാൽ ലൂണിയാണ്. കരബന്ധിത നദി ചോദിച്ചു കഴിഞ്ഞാലും ലൂണിയാണ്. ലൂണി എന്ന് പറയുന്ന നദി ഏകദേശം ഈ ഭാഗം എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഭാഗം ക്ലിയർ ചെയ്യാൻ ഈ സൈഡില് ആരവല്ലി പർവ്വതമുണ്ട്, രാജസ്ഥാൻ. ആരവല്ലിയുടെ ഭാഗത്ത് നിന്ന് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ വെച്ച് അപ്രത്യക്ഷമാകുന്ന നദിയാണ് ലൂണി. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ വെച്ച് അപ്രത്യക്ഷമാകുന്നു, അതായത് പതനമില്ല. ഇത് രാജസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വരുന്നു. രാജസ്ഥാന്റെ ഭാഗത്ത് ആരവല്ലി പർവ്വതത്തിൽ നിന്നും വന്നിട്ട് നേരെ ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് അപ്രത്യക്ഷമാകുന്ന നദിയാണ് ലൂണി. അതുകൊണ്ട് ഇത് സമുദ്രത്തിൽ പതിക്കുന്നില്ല. അതുകൊണ്ട് കരബന്ധിത നദി എന്നറിയപ്പെടുന്നതാണ് ലൂണി. കരബന്ധിത നദി എന്നറിയപ്പെടുന്നതാണ് ഏതോ ലൂണി. ഈ ലൂണിയാണെങ്കിൽ സമുദ്രത്തിൽ പതിക്കാത്തത് കൊണ്ട് തന്നെ കരബന്ധിത നദി എന്ന് അറിയപ്പെടുന്നത് കൊണ്ട് തന്നെ അവിടെ ശ്രദ്ധിക്കേണ്ടതാ, സമുദ്രത്തിൽ പതിക്കില്ല എന്ന് പറഞ്ഞാൽ ഉപദ്വീപീയ ഇന്ത്യയുടെ ഭാഗമായിട്ട് വരുന്നില്ല എന്നാണ് അർത്ഥം. ഈ ഭാഗം അറബിക്കടൽ, ഈ സൈഡിൽ ബംഗാൾ ഉൾക്കടൽ. ഇത് സമുദ്രത്തിൽ പതിക്കേണ്ട രീതിയിൽ ഈ തീരത്തോട്ട് അടുക്കുമ്പോൾ മാത്രമാണ് ഇത് ഉപദ്വീപീയ ഇന്ത്യയുടെ ഭാഗമാകുന്നത്. ഇത് ഉപദ്വീപീയ ഇന്ത്യയുടെ ഭാഗമല്ല. പക്ഷെ ഹിമാലയൻ നദി എന്ന് പറയണമെങ്കിൽ ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കണം, ഗ്ലേസിയറിൽ നിന്നും ഉത്ഭവിക്കണം. ഗ്ലേസിയറിൽ നിന്നും ഉത്ഭവിക്കാത്തത് കൊണ്ട് അത് പർവ്വതത്തിൽ നിന്നാണ് ഉത്ഭവിക്കുക. ഗ്ലേസിയറിൽ നിന്ന് ഉത്ഭവിക്കാത്തത് കൊണ്ട് ഇത് ഹിമാലയൻ നദി അല്ല. എന്നാൽ ഉപദ്വീപീയ ഇന്ത്യയുടെ ഭാഗമായി വരാത്തത് കൊണ്ട് ഉപദ്വീപീയ നദിയും അല്ല. അപ്പോ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നുകൂടെ പറയാം, ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇതെല്ലാം തെറ്റിപ്പോവാൻ സാധ്യതയുള്ളതാണ്. ഞാൻ ആദ്യം മുതൽ പറയാൻ പോവുകയാണ്. നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ആദ്യം മുതൽ പറയാൻ പോവുകയാണ്. ഇത് ഇത്രയും ഒരു ഔട്ട്ലൈൻ ആയിട്ട് കണ്ടാൽ മതി. ഇനി കുറെ കൂടെ പോയിന്റ്സ് ഇതിനകത്തോട്ട് പോകാൻ പോകുന്നേ ഉള്ളൂ. ഇത്രയും ഒരു ഔട്ട്ലൈൻ ആയിട്ട് നമ്മൾ ജി കെയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയത് ഗംഗ. ഹിമാലയ നദികളിൽ ഏറ്റവും നീളം കൂടിയത് സിന്ധു. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നീളം കൂടിയത് സിന്ധു. കിഴക്കോട്ടൊഴുകുന്ന നീളം കൂടിയത് ബ്രഹ്മപുത്ര. എന്നാൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നീളം കൂടിയ ഉപദ്വീപീയ നദി ചോദിച്ചാൽ, പെനിൻസുലർ റിവർ ചോദിച്ചാലാണ് ഇത് നർമ്മദ. വ്യത്യാസം ശ്രദ്ധിക്കുക. പടിഞ്ഞാറോട്ടെന്ന് മാത്രം ചോദിച്ചാൽ സിന്ധുവും, എന്നാൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നീളം കൂടിയ ഉപദ്വീപീയ നദി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നർമ്മദയുമാണ്. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും നീളം കൂടിയത് സിന്ധുവും, എന്നാൽ ഉപദ്വീപീയ നദി ചോദിച്ചാൽ നർമ്മദയുമാണ്. എന്നാൽ കിഴക്കോട്ടൊഴുകുന്നതെന്ന് മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മപുത്രയും, കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദി എന്ന് ചോദിച്ചാൽ പെനിൻസുലർ റിവർ ചോദിച്ചു കഴിഞ്ഞാലാണ് ഏതാ ഗോദാവരി. അപ്പൊ കിഴക്കോട്ടെന്ന് പറയുമ്പോൾ അതിനെ പൂർവമെന്നും പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. പൂർവ്വദിക്ക് എന്ന് ചോദിച്ചിട്ടുണ്ട്. കിഴക്ക് പൂർവ്വദിക്ക്. പടിഞ്ഞാറാണെങ്കിലോ പശ്ചിമ ദിക്ക് എന്നാണ് സൂചിപ്പിക്കുക, പടിഞ്ഞാറ് ഭാഗത്തെ. അങ്ങനെയാണ് എങ്കിൽ ഈ കിഴക്ക് ഭാഗത്തിന് മറ്റൊരു പ്രത്യേകത ഇവിടെ ഉണ്ടാവും. കിഴക്ക് ഭാഗത്തിൽ ഏത് കടലാണെന്ന് ചോദിക്കാം. അത് ബംഗാൾ ഉൾക്കടൽ. ഏറ്റവും കൂടുതൽ നിങ്ങൾ കാണാൻ സാധ്യത ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദി, അറബിക്കടലിൽ പതിക്കുന്ന നദി എന്നായിരിക്കും ഏറ്റവും കൂടുതൽ കാണുക. കിഴക്കും പടിഞ്ഞാറിനേക്കാളും ഏറ്റവും കൂടുതൽ കാണാൻ സാധ്യത അറബിക്കടൽ, ബംഗാൾ ഉൾക്കടൽ. അതുകൊണ്ട് അങ്ങോട്ട് ഒഴുകുന്നതെല്ലാം ബംഗാൾ ഉൾക്കടൽ, അതായത് കിഴക്കോട്ട് ഒഴുകുന്നതെല്ലാം ബംഗാൾ ഉൾക്കടൽ, പടിഞ്ഞാറോട്ട് വരുന്നതെല്ലാം അറബിക്കടൽ. അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയത് ഗോദാവരി. ഡെക്കാനിലൂടെ ഒഴുകുന്ന നീളം കൂടിയത് ഗോദാവരി. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും നീളം കൂടിയത് ഗോദാവരി. ഉപദ്വീപീയ നദികളിൽ നീളം കൂടിയതും, അല്ലെങ്കിൽ ഡെക്കാനിലൂടെ ഒഴുകുന്നത്, അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലൂടെ ഒഴുകുന്ന നീളം കൂടിയതും ഗോദാവരി. കിഴക്കോട്ട് ചോദിച്ചാലും ഗോദാവരിയാണ്. സമുദ്രത്തിൽ പതിക്കാത്തത് ചോദിച്ചു കഴിഞ്ഞാൽ ലൂണിയാണ്. കരബന്ധിത നദി ചോദിച്ചാൽ ലൂണിയാണ്. ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്ന് വേർതിരിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ നർമ്മദ. ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്ന് വേർതിരിക്കുന്ന നദി ചോദിച്ചു കഴിഞ്ഞാൽ നർമ്മദയാണ്. അപ്പോൾ ഇത്രയും ഒരു പ്രധാനപ്പെട്ട ഒരു ഔട്ട്ലൈൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ക്ലിയർ ആണെന്ന് കരുതുന്നു. എങ്കിൽ നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോവാം. ഇത്രയും ഓക്കെ ആണോ? ഇതിന്റെ നോട്ട്സ് PDF തരുമോ? നോട്ട്സ് ഞാൻ അറേഞ്ച് ചെയ്യാം. ഓക്കെ, ഞാൻ എന്തായാലും പറയാം. അപ്പോ ഇതില് നിങ്ങൾക്ക് നോട്ട്സ് ആയിട്ട് റെക്കോർഡ് സെഷൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് നോട്ട് സെപ്പറേറ്റ് ആയിട്ട് PDF നോട്ട് പിന്നെ നല്ലതായിരുന്നു. PDF നോട്ട് കിട്ടിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. നിങ്ങൾക്ക് എന്തായാലും PDF നോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, PDF നോട്ട് എന്തായാലും സെപ്പറേറ്റ് കിട്ടും. പിന്നെ ഞാൻ ഈ പറയുന്നതെല്ലാം നിങ്ങൾ മാക്സിമം കാര്യം മനസ്സിലാക്കി പോകും. കാരണം നമ്മളിപ്പോൾ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവും. ഇപ്പൊ ഈ സാധനം തന്നെ ഞാൻ ഈ പറയുന്നതിനകത്ത് നീളം കൂടിയത്
ഗംഗ, ഉപദ്വീപീയ നദികളിൽ ഗോദാവരി, കിഴക്കോട്ട് ഗോദാവരി, പടിഞ്ഞാറോട്ട് നർമ്മദ, പശ്ചിമദിക്ക്, പൂർവ്വദിക്ക്, ഇതെല്ലാം ഒന്നിച്ച് കാണുമ്പോൾ നമുക്ക് തന്നെ ആകെ കൺഫ്യൂഷൻ ആവും. അപ്പൊ നമ്മൾ സാധാരണ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് തൽക്കാലം ഒഴിവാക്കാനായിട്ട് ആദ്യം ഇതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിരിക്കുക. പിന്നെ നമുക്ക് ഇതിനകത്ത് പഠിച്ചതും പഠിക്കാത്തതുമായിട്ടുള്ള വീണ്ടും ഒരുപാട് പോയിന്റ്സ് ഇനിയും കിട്ടും. നമ്മളിപ്പോ ഉദാഹരണത്തിന് ഇതിൽ പഠിപ്പിക്കാത്ത ഏതെങ്കിലും പോയിന്റ്സ് കണ്ടാൽ പോലും ഇത് ഏതൊക്കെയാണ്, ഏത് ഭാഗത്തൂടെയൊക്കെയാണ് ഒഴുകുന്ന ഒരു ഐഡിയ കിട്ടി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് പഠിക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഞാൻ ഈ ഓരോ നദികളും സെപ്പറേറ്റ് പറയും. ഓരോ നദികളും സെപ്പറേറ്റ് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഐഡിയ കിട്ടും. പ്രധാനമായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള GK ലെവലിൽ പ്രധാനമായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള അണക്കെട്ടുകളും പ്രധാനപ്പെട്ട സ്റ്റേറ്റുകളും എല്ലാ കാര്യങ്ങളും ഞാനിപ്പോൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ആയതേ ഉള്ളൂ. ഇത് കഴിയുമ്പോഴത്തേക്കും ഓരോ റിവേഴ്സും സെപ്പറേറ്റ് ആയിട്ട് പറയും. സെപ്പറേറ്റ് ആയിട്ട് പറയുമ്പോൾ കുറച്ചുകൂടി നിങ്ങളുടെ ഒന്ന് മനസ്സിലോട്ട് കൊണ്ടുവന്നാൽ മതി ആ ഏരിയ. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വന്നാലും പഠിപ്പിക്കാത്ത ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാലും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്തായാലും നോട്ട് PDF സെപ്പറേറ്റ് കിട്ടാം. അപ്പോൾ ഇത് ഇത്രയും ഓക്കെ ആണെന്ന് കരുതുന്നു. ഇനി അടുത്ത് ഓരോന്നായിട്ട് പോവാം. ഫസ്റ്റ് പറയാൻ പോകുന്നത് സിന്ധു ആണ്. സിന്ധുവിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സിന്ധു നദി എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരു മിനിറ്റ്. അപ്പൊ സിന്ധു നദി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പൊതുവെ പണ്ട് മുതലേ കേൾക്കുന്നതാണ് പഞ്ചനദികളുടെ നാട് പഞ്ചാബ്. പഞ്ചനദികളുടെ നാട് പഞ്ചാബ് എന്ന് ഏറ്റവും കൂടുതൽ കേട്ടുണ്ട്. അപ്പൊ 5 നദികളുണ്ടെന്ന് അറിയാം. സിന്ധുവിന്റെ 5 പോഷക നദികൾ ഏതൊക്കെയായിരിക്കും? 5 പോഷക നദികൾ: ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. 5 പോഷക നദികൾ ഇവയാണ്. 1 ചലം, 2 ചിനാബ്, അടുത്തത് രവി, അടുത്തത് ബിയാസ്, അടുത്തത് സത്ലജ്. സിന്ധുവിന്റെ 5 പോഷക നദിയാണ് ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. സിന്ധു ഒഴുകുന്നത് ചൈനയുടെ ഭാഗത്തുനിന്ന് ഉത്ഭവിച്ചിട്ട് ലഡാക്ക് വഴി വന്ന്, അതായത് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് നേരെ പാകിസ്ഥാൻ വഴി നേരെ അറബിക്കടലിൽ പതിക്കുന്നതാണ് സിന്ധു. സിന്ധുവിന്റെ പോഷക നദികൾ വരുമ്പോൾ 1 ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. അതായത് നമ്മുടെ ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ഹരിയാന ഏരിയയിലൂടെ മുഴുവൻ ഒഴുകുന്നത് ഏതാണ്? സിന്ധുവും അതിന്റെ പോഷക നദികളുമാണ്. ഈ സിന്ധുവും അതിന്റെ പോഷക നദികളും ഇന്ത്യയിലൂടെ വന്നതിന് ശേഷം നേരെ പോകുന്നത് പാകിസ്ഥാനിലേക്കാണ്. പണ്ട് കാലം മുതലേ തന്നെ നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനും എല്ലാം ഒരുമിച്ച് കടന്നതാണ്. എങ്കിൽ പോലും സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ അന്ന് മുതൽ തുടങ്ങിയതാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അതിർത്തി തർക്കം. ആദ്യ കാലഘട്ടങ്ങളിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപായിട്ട് ഇന്ത്യയും പാകിസ്ഥാനും എല്ലാം ഒന്നിച്ചാണ് കിടന്നത്. അന്ന് ഈ ഒന്നിച്ചിരുന്ന സമയത്താണെങ്കിൽ നമുക്ക് അപ്പുറത്ത് പാകിസ്ഥാൻ വേണമെന്നൊരു വാദമുണ്ടായി. മുഹമ്മദ് അലി ജിന്നയാണെങ്കിൽ പാകിസ്ഥാൻ വാദവുമായിട്ട് മുന്നോട്ട് വരുന്നു. അപ്പൊ വ്യക്തിയുടെ പേരോർത്ത് ചെയ്യാം. പാകിസ്ഥാൻ വാദവുമായിട്ട് മുഹമ്മദ് അലി ജിന്ന മുന്നോട്ട് വരുന്നു. അങ്ങനെ നമ്മൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം അപ്പുറത്തോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് പാകിസ്ഥാനെയും ഇന്ത്യയും തമ്മിൽ വേർതിരിച്ചുകൊണ്ട് ഒരു വര വരച്ചു. റാഡ്ക്ലിഫ് ലൈൻ എന്നാണ് ഇതിനെ പറയുക. ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയെ പറയുന്നത് റാഡ്ക്ലിഫ് രേഖ എന്നാണ്. കാരണം റാഡ്ക്ലിഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഈ രേഖ വരച്ചത്. അപ്പോൾ ഒരു സാങ്കല്പിക രേഖയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ഈ പഞ്ചായത്ത്, നമ്മളിപ്പോ ഇലക്ഷന്റെ ഒക്കെ സമയമാകുമ്പോൾ അറിയാം, ഓരോ വാർഡ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ പഞ്ചായത്ത് എന്നൊക്കെ പറഞ്ഞ് തിരിക്കുമ്പോഴത്തേക്കും അവിടെ ഒരു വരയോ മതിലോ കെട്ടിയിട്ടുള്ളതല്ല. സാങ്കല്പികമായിട്ട് ഇന്ന ഏരിയക്ക് അപ്പുറത്തുള്ളതല്ല ഇന്ന വാർഡ് അല്ലെങ്കിൽ ഇന്ന മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, ഇതിനപ്പുറത്തല്ല മറ്റു സ്ഥലം എന്ന് പറയുന്നത് പോലെ ഒരു സാങ്കല്പികമായിട്ട് രേഖയൊക്കെ വരച്ചു. പിന്നീടാണ് അവിടെ അതിർത്തിയിൽ മുള്ളുവേലി അടിക്കുക അല്ലെങ്കിൽ അതിർത്തിയിൽ പട്ടാളത്തിന് നിർത്തുന്ന പരിപാടിയൊക്കെ പിന്നീടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ആദ്യം അങ്ങനെ ഒരു സാങ്കല്പിക രേഖ റാഡ്ക്ലിഫ് എന്ന് പറയുന്ന വ്യക്തി അവിടെ സാങ്കല്പികമായിട്ട് നിശ്ചയിച്ചത് കൊണ്ട് റാഡ്ക്ലിഫ് ലൈൻ എന്നറിയപ്പെടുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി രേഖയാണ് റാഡ്ക്ലിഫ് ലൈൻ. അങ്ങനെ ഈ റാഡ്ക്ലിഫ് ലൈനിന്റെ അപ്പുറത്തോട്ടുള്ളതെല്ലാം പാകിസ്ഥാനും ഇപ്പുറത്തോട്ടുള്ള ഇന്ത്യക്കും. 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് അവിടെ ഒരു ഓപ്ഷൻ വെക്കുകയാണ്. താല്പര്യമുള്ളവർക്ക് ഇന്ത്യൻ യൂണിയനിൽ ചേരാം, താല്പര്യം ഉണ്ടെങ്കിൽ പാകിസ്ഥാനിലോട്ടും പോവാം. അപ്പൊ കൂടുതൽ മുസ്ലിം മെജോറിറ്റി ഉള്ള ആൾക്കാരെല്ലാവരും പാകിസ്ഥാൻ എന്ന് പറയുന്ന ഈ പ്രദേശത്താണ് ഉൾപ്പെട്ടത്. അതുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്ന മുസ്ലിംസ് കുറെ പേര് പാകിസ്ഥാനിലോട്ട് പോവുകയാണ്. തിരിച്ച് അവിടെ നിന്ന് ഹിന്ദുസ് കൂടുതൽ ഇങ്ങോട്ട് വരികയാണ്. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരെല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ഏകദേശം അവരുടേതായിട്ടുള്ള ഈ ഉദാഹരണത്തിന് ഇന്ത്യയിൽ താമസിച്ചിരുന്ന ആൾക്കാര് പാകിസ്ഥാനിലോട്ട് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അവരുടേതായിട്ടുള്ള എല്ലാ വസ്തുവകകളും വിറ്റ് അവിടെ എല്ലാ പ്രോപ്പർട്ടിയും എല്ലാ സാധനങ്ങളും അവർക്ക് മാക്സിമം എത്രത്തോളം മണിയാക്കാൻ പറ്റുമോ അത്രയും പൈസയുമായിട്ട് അവർ നേരെ പാകിസ്ഥാനോട്ട് പോയി അങ്ങനെ ഫുൾ ആയിട്ട് അവിടെ സെറ്റിൽ ചെയ്യാണ്. അങ്ങനെ തിരിച്ച് ഇങ്ങോട്ടും വരികയാണ്. അങ്ങനെ എല്ലാം ഫുൾ വീതിച്ചെടുത്ത് അതിൽ കറക്റ്റായിട്ട് ഒരു പ്രയോഗം ഇങ്ങനെയാണ്: ഓരോ സർക്കാർ ഓഫീസിലെ മുട്ടുസൂചി പോലും വീതിച്ചെടുത്തു എന്നാണ് പറയുക. അന്ന് ബ്രിട്ടീഷ് സർക്കാരാണ് അവരുടെ മുട്ടുസൂചി പോലും വീതിച്ചെടുത്തു. അങ്ങനെ ഇത് രണ്ടും കറക്റ്റായിട്ട് 2 രാജ്യങ്ങളായിട്ട് മാറിയതിനു ശേഷം ഒരു ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടും പോകാം ഇങ്ങോട്ടും പോകാം. എല്ലാം പോയിട്ട് ശേഷം അതിർത്തിയൊക്കെ നിർണ്ണയിച്ചു, എല്ലാം അവിടെ പട്ടാളത്തിനെയൊക്കെ വിന്യസിച്ചു. എല്ലാം വന്നതിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും അതിർത്തിയെ ചൊല്ലി തർക്കമായി.
അതിർത്തിയെ ചൊല്ലി തർക്കമായപ്പോഴത്തേക്കും കുറെ കാലം കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്ത്യക്കാണെങ്കിൽ ഈ പറയുന്ന നദികളെല്ലാം വേണമെങ്കിൽ അണക്കെട്ട് നിർമ്മിച്ച് തടയാൻ പറ്റും. ഒന്നാം പഞ്ചവത്സര പദ്ധതി സമയത്താണെങ്കിൽ നമ്മുടെ നെഹ്റു ആണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് അണക്കെട്ടുകളെ നിർമ്മിക്കുക, എന്നിട്ട് നമ്മുടെ ജലസംഭരണം ഇവിടെ, അതായത് ജലസംഭരണികൾ അണക്കെട്ടുകൾ നിർമ്മിച്ചിട്ട് ഇന്ത്യയുടെ കാർഷിക പുരോഗതിക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായത്. ഇന്ത്യയിലെ ക്ഷേത്രങ്ങളാണ് ഈ അണക്കെട്ടുകൾ എന്നാണ് നെഹ്റു വിശേഷിപ്പിച്ചത്. ഇന്ത്യയിലെ ക്ഷേത്രങ്ങളാണ് അണക്കെട്ടുകൾ എന്ന് വിശേഷിപ്പിച്ചു. ഈ ഭാഗത്തുണ്ടായിരിക്കുന്ന ഈ നദികളിലെല്ലാം തന്നെ അണക്കെട്ടുകൾ നിർമ്മിച്ചതിന് ശേഷം ഈ താഴോട്ടുള്ള ഭാഗങ്ങളിലും അല്ലെങ്കിൽ ഈ പ്രദേശങ്ങളിലെല്ലാം ജലലഭ്യത വരുത്തുകയും തുടർന്ന് കാർഷിക പുരോഗതിക്കുമായിട്ട് പ്രാധാന്യം കൊടുത്തു. തൊട്ട് താഴെയുള്ളത് രാജസ്ഥാനാണ്. രാജസ്ഥാനിലേക്ക് ഒരുപാട് ജലത്തിന്റെ ആവശ്യമുണ്ട്. രാജസ്ഥാനൊക്കെ വരണ്ട് കിടക്കുന്നതാണ്. ഇപ്പോൾ ഇന്ദിരാഗാന്ധി കനാൽ എന്ന് പറയുന്ന ഒരു കനാൽ വഴിയാണ് ഇപ്പോൾ രാജസ്ഥാനിലേക്ക് കൊണ്ടുപോകുന്നത് വെള്ളം. ഇന്ദിരാഗാന്ധി കനാൽ. അത് നദി ചോദിച്ചു കഴിഞ്ഞാൽ സത്ലജ് ആണ്. ഓർമ്മിക്കുക, സത്ലജ് ആണ്. കാരണം സിന്ധുവിന്റെ പോഷക നദികളിൽ ഏറ്റവും ലാസ്റ്റ് ഉള്ള നദിയാണ് ഇത് സത്ലജ്. സിന്ധുവിന്റെ പോഷക നദികളിൽ ഏറ്റവും ലാസ്റ്റ് ഉള്ളത് സത്ലജ് ആണ്. അതുകൊണ്ട് തന്നെ സത്ലജിൽ നിന്നാണ് രാജസ്ഥാനിലേക്ക് വെള്ളം എത്തിക്കുന്നത്, ജലം എത്തിക്കുന്നത്. രാജസ്ഥാനിലേക്ക് ജലമെത്തിക്കുന്ന കനാൽ പദ്ധതി ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ദിരാഗാന്ധി കനാൽ. രാജസ്ഥാനിലേക്ക് ജലമെത്തിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ദിരാഗാന്ധി കനാലാണ്. അപ്പോ ഇവിടെ എല്ലാം ജലത്തിന് ആവശ്യമുണ്ടെന്നിരിക്കെ നമ്മൾ ഇവിടെ എല്ലാം അണക്കെട്ട് നിർമ്മിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാന് വെള്ളം കിട്ടാൻ സാധ്യത കുറവാണ്. കാരണം സിന്ധുവിന്റെ പോഷക നദികളെല്ലാം തന്നെ ഉത്ഭവിക്കുന്നത് ഇന്ത്യയുടെ സൈഡിൽ നിന്നാണ് വരുന്നത്. ഇന്ത്യയുടെ സൈഡിൽ നിന്ന് വന്നിട്ട് നേരെ ഈ അതിർത്തി മറികടന്ന പാകിസ്ഥാന്റെ ഭാഗത്ത് പോകുന്നു. പാകിസ്ഥാനിലെ മെയിൻ ജലസ്രോതസ് എന്ന് പറഞ്ഞാൽ ഈ സിന്ധുമാന് പോഷക നദിയുമാണ്. പാകിസ്ഥാന്റെ ജീവരേഖ സിന്ധുവാണ്. പാകിസ്ഥാന്റെ ദേശീയ നദി സിന്ധുവാണ്. നമുക്ക് ഗംഗ എങ്ങനെയാണോ അതുപോലെയാണ് പാകിസ്ഥാന് സിന്ധു. പാകിസ്ഥാന്റെ ജീവരേഖ, പാകിസ്ഥാന്റെ ദേശീയ നദി, പാകിസ്ഥാന്റെ നീളം കൂടിയ നദി എല്ലാം സിന്ധുവാണ്. അപ്പോൾ ഈ സിന്ധു നദിക്ക് കുറുകെ നമ്മൾ അണക്കെട്ട് നിർമ്മിക്കുമോ എന്ന് ഭയമുണ്ടായിരുന്നോ? അങ്ങനെ ഒരു കരാർ ഒപ്പുവെക്കുന്നു. ഇന്ത്യയും പാകിസ്ഥാനും കൂടെ തമ്മിലൊന്ന് ആലോചിച്ചിട്ട് രണ്ടുപേരും തമ്മിൽ കോംപ്രമൈസ് ചെയ്ത് ഒരു കരാർ ഒപ്പുവെക്കുന്നു, സിന്ധു നദീജല കരാർ. 1960 സെപ്റ്റംബർ 19. ഓർത്തു ചെയ്യുക, 1960 സെപ്റ്റംബർ 19 സിന്ധു നദീ ജല കരാർ ഒപ്പുവയ്ക്കുന്നു. സിന്ധു നദീ ജല കരാർ 1960 സെപ്റ്റംബർ 19. ആരൊക്കെ തമ്മിലായിരിക്കും? കമന്റ് ചെയ്തോളൂ. അറിയാമെങ്കിൽ കമന്റ് ചെയ്തോളൂ. ഏതൊക്കെ വ്യക്തികൾ തമ്മിലായിരിക്കും? ഒപ്പുവെച്ചത് ആരൊക്കെ തമ്മിലായിരിക്കും? ഇന്ത്യ പാകിസ്ഥാനുമാണ്. അപ്പൊ ഒപ്പുവെച്ചത് ആരൊക്കെ ആയിരിക്കും? ഓക്കെ, നെഹ്റുവും അയൂബ് ഖാൻ. ഓക്കെ, കറക്റ്റ് ആണ്. നെഹ്റു അയൂബ് ഖാൻ. മധ്യസ്ഥ വഹിച്ചത് ആരാണ്? മധ്യസ്ഥ വഹിച്ചത് നമ്മുടെ സിന്ധു നദീജല കരാറിന് മധ്യസ്ഥ വഹിച്ചത് വേൾഡ് ബാങ്ക്. കറക്റ്റ് ആണ്, വേൾഡ് ബാങ്ക് ആണ്. വേൾഡ് ബാങ്ക്. അങ്ങനെയാണെങ്കിൽ ഏത് സ്ഥലത്ത് വെച്ചാണ് ഒപ്പുവെച്ചത്? ഒപ്പുവെച്ച സ്ഥലം വേൾഡ് ബാങ്ക്. ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ ഒപ്പുവെച്ച സ്ഥലം അത് പാകിസ്ഥാനിലാണുള്ളത്. പാകിസ്ഥാനിലുള്ള ഒരു സ്ഥലമാണ്, കറാച്ചിയിൽ വെച്ചിട്ട്. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ്സ് ശ്രദ്ധിച്ചോളൂ. 1960 സെപ്റ്റംബർ 19 വളരെ പ്രധാനപ്പെട്ടതാണ്. 1960 സെപ്റ്റംബർ 19 സിന്ധു നദീ ജല കരാർ ഒപ്പുവയ്ക്കുന്നു. അയൂബ് ഖാനും ജവഹർലാൽ നെഹ്റുവും കറാച്ചിയിൽ വെച്ചിട്ട് മധ്യസ്ഥ വഹിച്ചത് ലോക ബാങ്ക്. അങ്ങനെ അവരെ എല്ലാവരും കൂടെ ആയിട്ട് കോംപ്രമൈസ് ചെയ്തിട്ട് ഈ നദികളെ അങ്ങ് വീതിച്ചെടുക്കുന്നു. ഇവിടെ ഇപ്പോൾ ടോട്ടൽ 6എണ്ണമാണുള്ളത്. സിന്ധുവും 5 പോഷക നദികളും ഉൾപ്പെടെ 6എണ്ണമാണുള്ളത്. സിന്ധുവും 5 പോഷക നദികളും ഉൾപ്പെടെ 6എണ്ണമുണ്ട്. അപ്പൊ പാകിസ്ഥാന് ലഭ്യമായ നദികൾ ചോദിച്ചാൽ ചോദിച്ചു കഴിഞ്ഞാൽ സിന്ധു, ചലം, ചിനാബ്. സിന്ധു, ചലം, ചിനാബ് ആദ്യത്തെ 3 പാകിസ്ഥാന് നമ്മൾ വിട്ടുകൊടുക്കേണ്ടി വന്നു. സിന്ധു, ചലം, ചിനാബ് ഇത് 3 പാകിസ്ഥാൻ. എന്നാൽ അതിനുശേഷമുള്ള രവി, ബിയാസ്, സത്ലജ് 3 ഇന്ത്യക്ക് ലഭ്യമായി. അപ്പോൾ സിന്ധു നദീ ജല കരാർ പ്രകാരം പാകിസ്ഥാന് ലഭ്യമായ നദികൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് സിന്ധു, ചലം, ചിനാബ്. എന്നാൽ ഇന്ത്യക്ക് ലഭ്യമായത് ചോദിച്ചു കഴിഞ്ഞാൽ രവി, ബിയാസ്, സത്ലജ്. ഒന്നുകൂടെ ഇന്ത്യക്ക് ലഭ്യമായത് രവി, ബിയാസ്, സത്ലജ്. ഈ 3 ഇന്ത്യക്ക് ലഭ്യമായി. ആദ്യത്തെ 3 സിന്ധു, ചലം, ചിനാബ് പാകിസ്ഥാൻ കൊണ്ടുപോയി. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ കരാർ പ്രകാരം നമുക്ക് ഇത്രയും നദികൾ കിട്ടി. പിന്നെ ഇതിനകത്ത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അണക്കെട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ട് കമന്റ് ചെയ്തോളൂ. ഭക്രാനങ്കലാണ്. ഭക്രാനങ്കൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഭക്രാനങ്കൽ. ഇതാണെങ്കിൽ സത്ലജിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭക്രാനങ്കൽ സത്ലജിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ സത്ലജിലാണ് ഭക്രാനങ്കൽ. ഇത് ഹിമാചലിലും പഞ്ചാബിലുമായിട്ട് വ്യാപിച്ചിരിക്കുന്നതാണ്. വ്യാപിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ ഭക്രാനങ്കൽ 2 അണക്കെട്ടാണ്. ഭക്ര എന്ന് പറയുന്നത് ഹിമാചലിലും നങ്കൽ എന്ന് പറയുന്നത് പഞ്ചാബിലുമായി സ്ഥിതി ചെയ്ത 2 അണക്കെട്ടാണ് ഭക്ര, നങ്കൽ. പറയുമ്പോൾ ഒന്നിച്ച് പറയുന്നു, ഒരു അതോറിറ്റി ആയതുകൊണ്ട് ഒരുമിച്ച് പറയും ഭക്ര, നങ്കൽ. ഭക്ര ഹിമാചലിലും നങ്കലാണെങ്കിൽ പഞ്ചാബിലും.
പറയുമ്പോൾ ഭക്രാനങ്കൽ ഒന്നിച്ച് പറയും. സംസ്ഥാനം ഹിമാചലും ഉണ്ട്, പഞ്ചാബും ഉണ്ട്. അപ്പോൾ ഇതിൽ രണ്ടും ഒരുമിച്ച് വരാറുള്ളൂ. ഓപ്ഷനകത്ത് ഒന്നേ കാണാറുള്ളൂ. രണ്ടും ഒരുമിച്ച് വരികയാണെങ്കിൽ ഹിമാചലിന് പ്രാധാന്യം കൊടുക്കാം. പക്ഷേ രണ്ടും ഒരുമിച്ച് വരാറില്ല. ഒന്നേ പഞ്ചാബ് കാണോ അല്ലെങ്കിൽ ഹിമാചൽ കാണോ, ഇതിൽ ഏതാണോ ഉള്ളത് അത് എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് സിന്ധു നദി. അപ്പൊ ഓർമ്മിക്കുക, സിന്ധുവിന്റെ പ്രത്യേകതകൾ ഒന്നുകൂടെ പറയുന്നു. ഹിമാലയ നദികളിൽ ഏറ്റവും നീളം കൂടിയത്, ഹിമാലയ നദികളിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്നത്, ഹിമാലയ നദിയിൽ അറബിക്കടലിൽ പതിക്കുന്നത്, പാകിസ്ഥാന്റെ ജീവരേഖ, പാകിസ്ഥാന്റെ ദേശീയ നദി, പാകിസ്ഥാന്റെ നീളം കൂടിയ നദി, പോഷക നദികൾ ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ഒന്നുകൂടെ, ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. സിന്ധു നദീജല കരാർ 1960 സെപ്റ്റംബർ 19. അപ്പോ ഇനി ഈ സിന്ധുവിൻ്റെതായിട്ടുള്ള ഉത്ഭവസ്ഥാനം അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ. സിന്ധുവിന്റെ ഉത്ഭവസ്ഥാനം ചെമയുങ്തുങ് അല്ല, അത് ബ്രഹ്മപുത്രയാണ്. ചെമയുങ്തുങ് ഗ്ലേസിയർ എന്ന് ഉത്ഭവിക്കുന്നത് ബ്രഹ്മപുത്രമാണ്. അപ്പോൾ ഏതായിരിക്കും? ടിബറ്റിലെ ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിലെ ബോഗാർച്ചു. അപ്പോ ടിബറ്റിലെ മാനസ സരോവർ എന്ന് പറയുമ്പോൾ അവിടെ മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മുടെ ടിബറ്റ് എന്ന് പറയുന്നത് ആ ചൈനയുടെ ഭാഗത്തുള്ള ഒരു പ്രദേശമാണ് ടിബറ്റ്. രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ചൈനയാണ്. ഇവിടെ രാജ്യം ചൈനയാണ്. ഈ ചൈനയുടെ ഭാഗത്തുള്ള ഒരു ഭൂപ്രദേശമാണ് ടിബറ്റ്. നമ്മുടെ ദലൈലാമയും ടീമും ഒക്കെ ഉള്ള സ്ഥലമാണ്. നമ്മൾ സിനിമയിൽ കണ്ടുകൊണ്ടായിരിക്കും പണ്ടൊരു സിനിമയുടെ യോധ മോഹൻലാലിന്റെ സിനിമ ഉണ്ണിക്കുട്ടൻ. അപ്പൊ യോധ സിനിമയില് അവിടെ നേപ്പാളിന്റെ ഭാഗമൊക്കെയുള്ള ലൊക്കേഷൻ കാണിക്കുന്നെങ്കിലും ഇടയ്ക്കിടയ്ക്ക് മറ്റേ ഉണ്ണിക്കുട്ടന്റെ ഈ മറ്റേ ലാമയും ടീമും അവരുടെ ലൊക്കേഷൻ കാണിക്കുന്നുണ്ട്. ലാമയും ഈ മറ്റേ ഉണ്ണിക്കുട്ടന്റെ അപ്പൂപ്പന്മാരെ കാണിക്കും, മറ്റേ അപ്പൂപ്പന്മാർ. അപ്പൊ ആ സ്ഥലം മുഴുവനും ടിബറ്റ് ആണ്. അപ്പൊ ടിബറ്റിലെ ഈ ലാമമാരുടെ ആ സ്ഥലമുണ്ട് ടിബറ്റ്. അവിടെ ഒരു വലിയ പർവ്വതമുണ്ട്, കൈലാസ പർവ്വതം. പുരാണങ്ങളില് ശിവന്റെ വാസസ്ഥലമായിട്ട് പറയുന്ന കൈലാസ പർവ്വതം. ഈ കൈലാസ പർവ്വതത്തിന്റെ താഴ്വരയിൽ ഒരു തടാകമുണ്ട്, മാനസ സരോവർ തടാകം. ഈ തടാകത്തിൽ ഒരു ഗ്ലേസിയർ ഉണ്ട്. ഗ്ലേസിയർ എന്ന് പറഞ്ഞാൽ ചലിക്കുന്ന മഞ്ഞുപാളി. ഇവിടത്തെ ഗ്ലേസിയർ എന്ന് പറഞ്ഞാൽ നമ്മളെ ടൈറ്റാനിക് കപ്പലിൽ ചെന്ന് ഇടിച്ചതുപോലെ, അല്ലെങ്കിൽ കാർട്ടൂണൊക്കെ കാണുമ്പോൾ മറ്റേ ഐസ് ക്യൂബ് പൊങ്ങിയിരിക്കുന്നുണ്ടായിരിക്കും, പെൻഗിനും ധ്രുവക്കരടിയൊക്കെ കയറിയിരിക്കുന്ന കാർട്ടൂണിലൊക്കെ കാണുന്ന സാധനമുണ്ട്. അതിന്റെ ഒറിജിനൽ നമ്മുടെ ടൈറ്റാനിക് കപ്പലിൽ ചെന്നിടിച്ചതുപോലെയൊക്കെയുള്ള ഗ്ലേസിയർ. അത്തരത്തിലുള്ള ഒരു മഞ്ഞുമലയുടെ പേര്, ഗ്ലേസിയറിന്റെ പേരാണ് ബോഗാർച്ചു. ഈ ബോഗാർച്ചു ഗ്ലേസിയറിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് ഏതാ? സിന്ധു. ഈ ബോഗാർച്ചു ഗ്ലേസിയറിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ഏതാ? സിന്ധു. അപ്പൊ സിന്ധുവിന്റെ ഉത്ഭവസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിലെ ബോഗാർച്ചു ഗ്ലേസിയർ. ഈ 3 വാക്ക് ഓർത്തു വെച്ചോ. ചിലപ്പോൾ മാനസ സരോവർ എന്ന് മാത്രമേ കാണാൻ സാധ്യതയുള്ളൂ, ചിലപ്പോൾ ബോഗാർച്ചു എന്ന് മാത്രമേ കാണാൻ സാധ്യതയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഓർത്തിരിക്കുക, ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിലെ ബോഗാർച്ചു ഗ്ലേസിയർ. ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിലെ ബോഗാർച്ചു ഗ്ലേസിയർ ഉത്ഭവിക്കും. നീളം 2880. പടിഞ്ഞാറോട്ട് ഒഴുകുന്നു, അറബിക്കടലിൽ പതിക്കുന്നു. ഹിമാലയൻ നദികളിൽ ഏറ്റവും നീളം കൂടിയത്, പാകിസ്ഥാന്റെ ജീവരേഖ, പാകിസ്ഥാന്റെ നീളം കൂടിയത്, പാകിസ്ഥാനിലെ ദേശീയ നദി. അപ്പോ ഇത്രയും പ്രധാനമായിട്ടും സിന്ധുവിനെ കുറിച്ച് ഓർത്തു വെച്ചിരിക്കുക. അപ്പൊ സിന്ധു ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പൊ അടുത്ത് ഗംഗയിലോട്ട് പോകാമോ? സിന്ധു ഒക്കെയാണോ? കാരണം നമുക്ക് GK ലെവല് കുറച്ച് മാർക്കേ ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ളൂ. എല്ലാം വലിച്ചുവാരി നമ്മൾ സാധാരണ കുട്ടികളൊക്കെ പഠിക്കുന്നത് പോലെ ഒരു ക്ലാസ് മുഴുവൻ സിന്ധുവിനെ കുറിച്ച് പഠിക്കാൻ നിൽക്കുന്നതിന് സമയം തികയില്ല, അതിന്റെ ആവശ്യമില്ല. ഒരു ക്ലാസ് മുഴുവൻ സിന്ധു ആവശ്യമില്ല, അതുകൊണ്ട് തൽക്കാലം പ്രധാനപ്പെട്ട മാത്രം. ഇനി അടുത്ത് ഗംഗ എന്ന് പറയുമ്പോൾ ഏകദേശം 5 സംസ്ഥാനങ്ങളിൽ ഒഴുകുന്നതാണ് ഗംഗ. അതിലെ പ്രധാനപ്പെട്ട പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങൾ മാത്രം പറയാം. ഫസ്റ്റ് അളകനന്ദ എന്ന് പറയുന്ന ഒരു നദി വന്ന് ചേരും, അളകനന്ദ. അപ്പോഴത്തേക്കും ഭഗീരഥി എന്ന് പറയുന്ന ഒരു നദിയും കൂടെ വരും, ഭഗീരഥി. ഇത് രണ്ടും കൂടെ വന്ന് ചേരുന്ന സ്ഥലത്തിന്റെ പേരാണ് ദേവപ്രയാഗ്. എന്നിട്ട് അവിടെ നിന്ന് ഗംഗ എന്ന പേര് സ്വീകരിച്ചത് അങ്ങോട്ട് ഒഴുകും. അപ്പൊ യഥാർത്ഥത്തില് ഗംഗ എന്ന് പറയുന്ന നദി ഉത്ഭവിക്കുമ്പോൾ അതിന്റെ പേര് ഗംഗ എന്നല്ല. പുരാണങ്ങളിൽ പറയുന്നതാണെങ്കിൽ സ്വർഗത്തിലൂടെ ഒഴുകിയ നദിയാണ് ഗംഗ. ഇതിനെ ഭൂമിയിലേക്ക് ഒഴുകിയത് ഭഗീരഥൻ എന്ന് പറയുന്ന രാജാവ് എന്നാണ് പറയുക, തപസ് ചെയ്ത് ഒഴുക്കിയെന്നാണ് പറയുക. അതുകൊണ്ട് തന്നെ ഗംഗ ഉത്ഭവസ്ഥാനത്ത് അറിയപ്പെടുന്ന പേര് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗീരഥിയാണ്. ഗംഗ ഉത്ഭവസ്ഥാനത്ത് അറിയപ്പെടുന്ന പേര് ചോദിച്ചു കഴിഞ്ഞാലും ഭഗീരഥിയാണ്. അപ്പോൾ ഗംഗയുടെ ഉത്ഭവസ്ഥാനം ചോദിച്ചാൽ പഠിക്കാൻ എളുപ്പമുണ്ട്. ഉത്തരാഖണ്ഡിലെ ഗംഗോത്രിയിലെ ഗായ്മുഖ്. അപ്പൊ ശ്രദ്ധിച്ചോളൂ, ഗംഗയുടെ ഉത്ഭവസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരാഖണ്ഡിലെ ഗംഗോത്രിയിലെ ഗായ്മുഖ്. പേരിൽ തന്നെ ഉണ്ട് ഗംഗോത്രി, പേരിൽ തന്നെ ഉണ്ട് ഗായ്മുഖ്.
അപ്പൊ അത്രയും ഒന്ന് ഓർത്ത് വെച്ചോ, ഗംഗോത്രിയിലെ ഗായ്മുഖ്. ഈ ഗായ്മുഖിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ മറ്റൊരു നദി വന്നു ചേരുന്നു, അളകനന്ദ. അളകനന്ദ നദി നിങ്ങൾ കണ്ടിട്ടുണ്ട്, ബദ്രിനാഥ് സിനിമയിൽ കണ്ടിട്ടുണ്ട്. ബദ്രിനാഥ് സിനിമയിലാണെങ്കിൽ അളകനന്ദ, നായികയുടെ പേര് അളകനന്ദ, നായകന്റെ പേര് ബദ്രിനാഥ്. അപ്പൊ ആ നിങ്ങൾ ലാസ്റ്റ് ഫൈറ്റ് സീനിലൊക്കെ കണ്ടത് തന്നെയാണ് ഈ പാലത്തിന് താഴോട്ട് എടുത്തെറിയുന്ന നദിയിലെ ആ നദി തന്നെയാണ് അളകനന്ദ. ഈ അളകനന്ദയും ഭഗീരഥയും വന്ന് ചേരുന്ന സ്ഥലമാണ് ദേവപ്രയാഗ്. ഈ ദേവപ്രയാഗ് മുതൽ ഇത് ഗംഗ എന്ന പേര് സ്വീകരിച്ചു ഒഴുകുമ്പോൾ അടുത്ത് വരുന്ന ഒരു നദിയുണ്ട് രാംഗംഗ. ഇതൊക്കെ വരുന്ന നോട്ടിൽ കാണും, അവരുടെ പേരുകളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി, നോട്ടിൽ കാണുന്നതൊക്കെ. രാംഗംഗ. ഈ രാംഗംഗ എന്ന് പറയുന്ന ഒരു നദിയുടെ വന്നു ചേരുന്നു. ഇതെല്ലാം നടക്കുന്നത് ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡ് നിങ്ങൾ ബദ്രിനാഥ് സിനിമയിൽ കണ്ടതുപോലുള്ള ആ പ്രദേശം, നമ്മുടെ ബദ്രിനാഥ് സിനിമയിൽ നിങ്ങൾ കണ്ടത് എന്താണോ അതേ പ്രദേശം, അതേ നദികളൊക്കെ തന്നെയാണ് ഈ ഭാഗത്തുള്ളത്. അത് കഴിയുമ്പോൾ ഇത് ഉത്തര മഹാസമതലങ്ങളിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു. ഉത്തര മഹാസമതലം എന്ന് പറയുമ്പോഴത്തേക്കും നിരന്ന് കിടക്കുന്ന ഏരിയയാണ്. അത് ഉത്തര മഹാസമതലത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുമ്പോൾ ഉത്തർപ്രദേശിലോട്ട് പോകുന്നു. ആദ്യം പറയുന്നത് ഉത്തരാഖണ്ഡ്, അടുത്തത് ഉത്തർപ്രദേശ്. അപ്പോഴത്തേക്കും ഒരു നദി വന്നു ചേരുന്നു, ഏറ്റവും നീളം കൂടിയ പോഷക നദിയായ യമുന. ഗംഗയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയായ യമുന. അവിടെ ഓർമ്മിക്കേണ്ടത് താജ്മഹൽ യമുനയുടെ തീരത്താണ്. ആഗ്ര, ഡൽഹി, പട്ടണം സ്ഥിതി ചെയ്യുന്നത് യമുനാ തീരത്താണ്. താജ്മഹൽ യമുനാ തീരത്താണ്. ആഗ്ര, ഡൽഹി, പട്ടണം സ്ഥിതി ചെയ്യുന്നത് യമുനാ തീരത്താണ്. അങ്ങനെ പോകുന്ന വഴിക്ക് കോസി എന്ന് പറയുന്ന ഒരു നദി വന്നു ചേരുന്നു, കോസി. അവിടെ കോസിയിൽ എപ്പോഴും സാധ്യതയുള്ളത് ഇന്ത്യയുടെ ദുഃഖം കോസി, ബീഹാറിന്റെ ദുഃഖം കോസി. കരകവിഞ്ഞൊഴുകുന്ന നദികളാണ് നമ്മൾ കൂടുതൽ ദുഃഖം എന്ന് പറയുക. ഒരു നദി ഒഴുകുമ്പോഴത്തേക്കും അത് കരകവിഞ്ഞൊഴുകുമ്പോഴത്തേക്കും ആ തീരത്തുള്ള പട്ടണങ്ങളും പ്രദേശങ്ങളും മുഴുവൻ പ്രളയത്താൽ നശിച്ചു പോകുമ്പോൾ അതിന് ദുഃഖം എന്ന് പറയും. അപ്പോ ഓർമ്മിക്കുക, കോസി എന്ന് പറഞ്ഞാൽ ഏറ്റവും അപകടകാരിയായ നദി കൂടെയാണ് കോസി. ഏറ്റവും അപകടകാരിയായ നദി. അപകടം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക, വെള്ളം പോകുന്നു, വെള്ളം മറ്റേ പ്രളയമായിട്ട് ഒഴുകുമ്പോൾ ഏറ്റവും അപകടകാരി. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ദുഃഖം ചോദിച്ചാലും ബീഹാറിന്റെ ദുഃഖം ചോദിച്ചു കഴിഞ്ഞാലും കോസിയാണ്. ഇന്ത്യയുടെ ദുഃഖം കോസി, ബീഹാറിന്റെ ദുഃഖം കോസി. അങ്ങനെയാണെങ്കിൽ ബംഗാളിന്റെ ദുഃഖം കമന്റ് ചെയ്തോളൂ. ബംഗാളിന്റെ ദുഃഖം ദാമോദർ. എന്നാൽ ഗംഗയുടെ കൈവഴി കമന്റ് ചെയ്തോളൂ. ഗംഗയിൽ നിന്ന് വെള്ളം ചോർത്തിക്കൊണ്ടുപോകുന്നത് ഗംഗയുടെ കൈവഴി. ഗംഗയിൽ നിന്ന് വെള്ളം ചോർത്തിക്കൊണ്ടുപോകുന്നത് ഗംഗയുടെ കൈവഴി. ഹൂഗ്ലി. ഗംഗയുടെ കൈവഴി ചോദിച്ചു കഴിഞ്ഞാൽ ഹൂഗ്ലിയാണ്. ഗംഗയുടെ കൈവഴി ചോദിച്ചു കഴിഞ്ഞാൽ ഹൂഗ്ലി. എല്ലാം കഴിഞ്ഞിട്ട് അടുത്ത് ബംഗ്ലാദേശിലേക്ക് പോകുന്നു. ഗംഗ അടുത്ത് പോകുന്നത് ബംഗ്ലാദേശിലേക്ക്. ഈ ബംഗ്ലാദേശിൽ പോകുമ്പോൾ ഗംഗ അറിയപ്പെടുന്ന പേര് കമന്റ് ചെയ്തു. ബംഗ്ലാദേശിൽ ഗംഗ അറിയപ്പെടുന്ന പേര് ജമുനയല്ല, പത്മ. ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേരാണ് പത്മ. ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേരാണ് ഏത്? പത്മ. അപ്പോ ഇത്രയുമാണ് ഗംഗയിൽ ഏറ്റവും കൂടുതൽ ഓർമ്മിക്കാനുള്ളത്. അപ്പൊ ഓർമ്മിക്കേണ്ടത് ഏറ്റവും അധികം പോഷക നദികളുള്ളത് ഗംഗയ്ക്കാണ്. ഗംഗ ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രമേ, പ്രധാനപ്പെട്ട പോഷക മാത്രമേ പറഞ്ഞുള്ളൂ. ഏകദേശം നമ്മൾ കറക്റ്റ് പഠിക്കാൻ കഴിഞ്ഞാൽ ഒരു 10-20 പോഷകങ്ങളെങ്കിലും പഠിക്കാനുണ്ട്. വലതുകര, ഇടതുകര, ഉൽപ്പത്തി, പ്രവാഹം എന്നൊക്കെ നമ്മൾ പഠിക്കാനുണ്ട്. തൽക്കാലം അത്രയും ഇപ്പൊ ആവശ്യമില്ല. ഏറ്റവും അധികം പോഷക നദികൾ ഉള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഗംഗയ്ക്കാണ്. ഏറ്റവും അധികം പോഷക നദികളുള്ളത് ഗംഗയ്ക്ക്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗ. ഗംഗ ഒഴുകുന്ന സംസ്ഥാനങ്ങൾ നോക്കിയാൽ ഉത്തരാഖണ്ഡ് വരുന്നുണ്ട്, ഉത്തർപ്രദേശ് വരുന്നുണ്ട്, അടുത്ത കോസി എന്ന് പറയുമ്പോൾ ബീഹാറിന്റെ സൈഡ്, ഇടയ്ക്ക് ജാർഖണ്ഡ് വരുന്നുണ്ട്, പിന്നെ ബംഗാളിന്റെ ദുഃഖം ദാമോദർ, അതുകൊണ്ട് വെസ്റ്റ് ബംഗാൾ. ഉത്തരാഖണ്ഡിൽ നമ്മുടെ ദേവപ്രയാഗ് ആ ഭാഗം വരുന്നത്, അതായത് അളകനന്ദയ്ക്ക് വരുന്ന സ്ഥലം. ഉത്തർപ്രദേശ് അടുത്ത് വരുമ്പോഴത്തേക്കും ഉത്തർപ്രദേശ്, യു പി, അത് സമതലം. അത് കഴിഞ്ഞ് വരുന്നത് ബീഹാറിന്റെ ദുഃഖം കോസി, അതുകൊണ്ട് ബീഹാർ. അടുത്ത് ബംഗാളിന്റെ ദുഃഖമുണ്ട് ദാമോദർ, അതിന് ബംഗാളുണ്ട്. ഇടയ്ക്കൊന്ന് ജാർഖണ്ഡ് ഉണ്ട്. ഇത്രയും സംസ്ഥാനങ്ങൾ ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ. ഈ സംസ്ഥാനങ്ങളിൽ പിന്നിട്ട് നേരെ ബംഗ്ലാദേശിൽ പോകുമ്പോൾ അവർ വിളിക്കും പത്മ എന്ന് വിളിക്കും. ലാസ്റ്റ് പതിക്കുന്ന കടൽ ചോദിച്ചു കഴിഞ്ഞാൽ ബംഗാൾ ഉൾക്കടലിൽ നിന്ന് പതിക്കുന്നത്. ഇന്ത്യയിലെ ദേശീയ നദിയാണ് ഗംഗ. ഇന്ത്യയുടെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗംഗ. ഇന്ത്യയുടെ ജീവരേഖയാണ് ഗംഗ. ഒന്നുകൂടെ, ദേശീയ നദി, ജീവരേഖ, നീളം കൂടിയത്. ഏറ്റവും അധികം പോഷക നദികളുള്ളത് ഗംഗയ്ക്കാണ്. ഏറ്റവും അധികം പോഷക നദികളുള്ള നദി ചോദിച്ചു കഴിഞ്ഞാലും ഗംഗയാണ്. ഗംഗ ദേശീയ നദിയായി പ്രഖ്യാപിക്കപ്പെട്ടത് 2008 നവംബർ 4. 2008 നവംബർ 4. ഓക്കെ, അപ്പൊ ഗംഗ ക്ലിയർ ആണെന്ന് കരുതുന്നു. അടുത്തവരോട് പോകാമോ? നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടെങ്കിൽ പറഞ്ഞു, കുറച്ചുകൂടെ സ്പീഡ് കൂട്ടണം. നിങ്ങൾക്ക് ഇതെല്ലാം നല്ല അറിയാവുന്ന ടോപ്പിക്കാണ്. നിങ്ങൾക്ക് നല്ല അറിയാം. മനസ്സിലായില്ല? എന്തില്ല
അതായത് ഈ സാധനങ്ങൾ ഇങ്ങനെ തന്നെ പോകാമോ അതോ തീരെ നിങ്ങൾക്ക് തീരെ അറിയാമെന്ന് വെച്ച് ഞാൻ ലാഗ് ചെയ്യുന്നതിൽ കുറച്ചുകൂടെ സ്പീഡ് കൂട്ടി പോകണം അല്ലെങ്കിൽ കുറെ സ്കിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇതേപോലെ പോകാമോ? എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ പറഞ്ഞൂടെ? വോയിസ് ക്ലിയർ ആവുന്നില്ല. ആരുടെ മൈക്ക് ഓൺ ആണെന്ന്. ഓക്കെ, മൈക്ക് എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ. ഒരാള് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള 1-2 പേര് പറഞ്ഞോളൂ. ഇതേപോലെ പോയാൽ മതിയോ നമുക്ക്? കാരണം ഇപ്പൊ ഈ പോയിക്കഴിഞ്ഞാൽ നമുക്ക് നദികളും തീർത്തിട്ട് കുറച്ച് മഴയും മൺസൂണും കാര്യങ്ങളെല്ലാം കവർ ചെയ്യാം. ഓക്കെ, മതിയല്ലോ? ഓക്കെ, കാരണം അത്യാവശ്യം നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന പോയിന്റ്സ് ആയിരിക്കും. തീരെ ലാഗാണെങ്കിൽ സമയം കളയണ്ട എന്ന് കരുതിയാണ്. ഇനി അടുത്ത് ബ്രഹ്മപുത്ര. ഞാൻ വെറുതെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം ചോദിച്ചു പോകുന്നു, കാരണം ബ്രഹ്മപുത്ര എക്സാമിന് ചോദിക്കുന്ന സാധ്യത കുറവാണ്. ഹിമാലയ നദികളിലെ വലുത് സിന്ധു ആയതുകൊണ്ട് സിന്ധു ചോദിക്കും. ഇന്ത്യയിലെ വലുത് ഗംഗ ആയതുകൊണ്ട് ഗംഗയും ചോദിക്കാൻ സാധ്യത കൂടുതലുണ്ട്. പക്ഷേ ബ്രഹ്മപുത്രയിൽ സ്ഥിരം ചോദിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ സ്ഥിരം ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ അങ്ങോട്ട് നിങ്ങളോട് ചോദിക്കാം, നിങ്ങൾ അതൊന്ന് കമന്റ് ചെയ്തു. ഒന്ന്, ബ്രഹ്മപുത്ര എന്ന വാക്കിന്റെ അർത്ഥം ടൈപ്പ് ചെയ്താൽ മതി. എല്ലാവരും വോയിസ് മ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, ബ്രഹ്മപുത്ര എന്ന വാക്കിന്റെ അർത്ഥം. ഓക്കെ, ഞാൻ ഈ പറയുന്ന എല്ലാം ആവശ്യമുള്ളത് പ്രീവിയസ് മാത്രമേ പറയുന്നുണ്ടോ? സോണർ സൺ ഓഫ് ബ്രഹ്മ. ഓക്കെ, ബ്രഹ്മാവിന്റെ പുത്രൻ. ഓക്കെ, ബ്രഹ്മാവിന്റെ പുത്രൻ. ഞാൻ ഈ പറയുന്നതെല്ലാം റിപ്പീറ്റ്. വേറൊരു സംഭവം എന്ന് പറഞ്ഞാല് നമ്മൾ കൃത്യമായിട്ട് സാധാരണ ഓരോ നദികളും ഓരോ ക്ലാസ് വെച്ച് പഠിക്കാൻ കഴിഞ്ഞാൽ മിനിമം ഒരു 8 ക്ലാസ് എങ്കിലും വേണ്ടി വരും. ഞാൻ സാധാരണ ഓരോ ക്ലാസ്, അതായത് 2 മണിക്കൂറിന്റെ ക്ലാസ് വെച്ചാണ് എടുക്കുന്നതെങ്കിൽ മിനിമം 8 ക്ലാസ് കൊണ്ട് തീരുന്ന സാധനമാണ് ഈ നദി. അപ്പൊ ആ നദിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചുരുക്കി എക്സാമിനൊക്കെ സ്ഥിരം ചോദിക്കുന്നത് പ്രീവിയസ് നമ്മളെ GK ലെവലിലായാൽ പോലും ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യത മാത്രം പറയുന്നുണ്ടാണ് ഞാൻ ബ്രഹ്മപുത്ര ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യാതെ വേഗത്തിൽ അങ്ങ് പോകാന്ന് പറയുന്നത്. കാരണം സിന്ധു ചോദിക്കാറുണ്ട് എപ്പോഴും, ഗംഗ എപ്പോഴും ചോദിക്കാറുണ്ട്. അതൊന്ന് കുറച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. ബ്രഹ്മപുത്ര ഓടിച്ചു പോകുന്നു. അപ്പൊ ചോദിക്കുന്നത് മാത്രമാണ് ഈ പറഞ്ഞു പോകുക. അപ്പൊ അറിയാവുന്നതെല്ലാം പെട്ടെന്ന് കമന്റ് ചെയ്ത് പോവുക. അടുത്ത, ബ്രഹ്മപുത്രയുടെ പ്രാചീന നാമം. ബ്രഹ്മപുത്രയുടെ പ്രാചീന നാമം ലൗഹിത്യാണ്. ലൗഹിത്യ. ബ്രഹ്മപുത്രയുടെ പ്രാചീന നാമം ചോദിച്ചു കഴിഞ്ഞാല് ലൗഹിത്യ. ഒഴുകുന്ന രാജ്യങ്ങൾ ചൈന, ഇന്ത്യ, ബംഗ്ലാദേശ്. ഒഴുകുന്ന സംസ്ഥാനമാണെങ്കിൽ അരുണാചൽ പ്രദേശും ആസാമും ഓർത്തിരുന്നാൽ മതി. നമുക്കിനി ആവശ്യമുള്ള സാധനങ്ങൾ ഇതാണ്. ബ്രഹ്മപുത്രയുടെ ഉത്ഭവസ്ഥാനം ചോദിച്ചാൽ നേരത്തെ പറഞ്ഞ ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിലെ സിന്ധു ഒഴുകിയ അതേ സ്ഥലം, അവിടത്തെ ചെമ യുങ്തോങ് ഗ്ലേസിയറിൽ നിന്നാണ് അത് ഉത്ഭവിക്കുക. ചെമ യുങ്തോങ്. അപ്പൊ ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിലെ ചെമ യുങ്തോങ് ഗ്ലേസിയർ. ഞാൻ നേരത്തെ സിന്ധുവിന്റെ ഉത്ഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നോ? മാനസ സരോവർ തടാകത്തിലെ ബോഗാർച്ചു ഗ്ലേസിയർ. ആ ബോഗാർച്ചു ഗ്ലേസിയറിന്റെ തൊട്ടടുത്തുള്ള മറ്റൊരു ഗ്ലേസിയറാണ് ചെമ യുങ്തോങ് ഗ്ലേസിയർ. അവിടെ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ഏതാ? ബ്രഹ്മപുത്ര. വാക്കിന്റെ അർത്ഥം ബ്രഹ്മാവിന്റെ പുത്രൻ. എന്നാൽ ലൗഹിത്യ എന്നാണ് പ്രാചീന നാമം. എന്നാൽ ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേര് കമന്റ് ചെയ്തോളൂ. ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേര് ബ്രഹ്മപുത്ര. ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേര് ജമുന. പത്മ എന്നറിയപ്പെടുന്നത് ഗംഗയാണ്. ഗംഗ അറിയപ്പെടുന്ന പേരാണ് പത്മ. എന്നാൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്ന പേര് ജമുന എന്നാണ് അറിയപ്പെടുക. ഇനി എപ്പോഴും ചോദിക്കുന്ന ഒരു 3-4 പ്രത്യേകതകൾ ശ്രദ്ധിച്ചു വെച്ചോ. പുരുഷ നദി അല്ലെങ്കിൽ ആൺനദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ്. കാരണം ബ്രഹ്മപുത്ര എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിന്റെ പുത്രൻ. അതുകൊണ്ട് പുല്ലിംഗ നാമധേയത്തിൽ അറിയപ്പെടുന്നത് പുരുഷ നദി, ആൺനദി എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ, അതായത് പര്യായം പോലെ എന്തുകൊണ്ട് ചോദിക്കാം, പുല്ലിംഗ നാമധേയം പുരുഷ നദി, ആൺനദി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മപുത്ര. അടുത്തതായിട്ട് ചുവന്ന നദി എന്നറിയപ്പെടുന്നതും ബ്രഹ്മപുത്ര. ഏറ്റവും ആഴം കൂടിയ നദി, ഏറ്റവും അധികം ജലം വഹിക്കുന്ന നദിയും ബ്രഹ്മപുത്ര. ഏറ്റവും ആഴം കൂടിയത് ചോദിച്ചാലും ഏറ്റവും അധികം ജലം വഹിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മപുത്ര. ഇത്രയും പോയിന്റ്സ് ഓർത്ത് വെച്ചോളൂ. ബ്രഹ്മാവിന്റെ പുത്രൻ, ചുവന്ന നദി, ലൗഹിത്യ, ഏറ്റവും ആഴം കൂടിയത്, ഏറ്റവും അധികം ജലം വഹിക്കുന്നത് ബ്രഹ്മപുത്രയാണ്. ഈ ബ്രഹ്മപുത്ര ചുവന്ന നദി എന്നറിയപ്പെടുന്നുണ്ട്. ആൺനദി പുരുഷ നദി എന്നറിയപ്പെടുന്നുണ്ട്. പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയാണ് ഏത്? ബ്രഹ്മപുത്ര. കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയാണ് ബ്രഹ്മപുത്ര. അടുത്ത ഉപദ്വീപീയ നദികളിലോട്ട് പോകുന്നു. ഉപദ്വീപീയ നദികൾ. അപ്പൊ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര, ഹിമാലയ നദികൾ 3 ഉപദ്വീപീയ നദികൾ. അങ്ങനെയാണെങ്കിൽ എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്: ഉപദ്വീപീയ നദികൾക്ക് ജലം എവിടെ നിന്ന് ലഭിക്കുന്നു? കമന്റ് ചെയ്യൂ.
ഉപദ്വീപീയ നദികൾക്ക് ജലം എവിടെ നിന്ന് ലഭിക്കുന്നു? പർവ്വതങ്ങളിൽ നിന്നും ലഭിക്കുന്നു, മൺസൂൺ മഴയിൽ നിന്നും ലഭിക്കുന്നു. ശരിയാണ്. പർവ്വതങ്ങളിൽ നിന്നും അല്ലെങ്കിൽ മൺസൂൺ മഴയിൽ നിന്നുമാണ് ലഭിക്കുന്നത്. അപ്പോൾ പർവ്വതം എന്ന് പറയുമ്പോൾ ഈ ഭാഗത്തുള്ള പർവ്വതം എന്ന് വിളിക്കുന്ന പേരാണ് പശ്ചിമഘട്ടം. ഈ ഭാഗത്തുള്ളതാണ് പശ്ചിമഘട്ടം അല്ലെങ്കിൽ വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്നത്. ഈ പശ്ചിമഘട്ടം മലനിരകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്ന ഈ ഭൂപ്രദേശം ഏത് മുതൽ ഏത് വരെ എന്ന് ചോദിച്ചാൽ ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ തെക്ക് കന്യാകുമാരി വരെ. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ തെക്ക് കന്യാകുമാരി വരെ. ഈ പശ്ചിമഘട്ടം നമുക്കറിയാം, നമ്മുടെ തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും ഇടയിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന സ്ഥലമാണ്. നമ്മുടെ വെസ്റ്റിയാർകൂടം അല്ല എങ്കിൽ ഈ പാലക്കാടിന്റെ ചുരങ്ങളുടെ ഭാഗങ്ങൾ, ഇതെല്ലാം നമ്മുടെ ഈ തമിഴ്നാടിനും കേരളത്തിന്റെയും ഇടയിലായിട്ട് കാണപ്പെടുന്ന എല്ലാം പശ്ചിമഘട്ടത്തിന്റെ ഭാഗമാണ്. ഇത് കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ഗുജറാത്ത് ആദ്യം വരുന്നത്, ഈ ഭാഗത്ത് ഗുജറാത്ത് വരും. അതിന് തൊട്ടു താഴെ മഹാരാഷ്ട്ര വരും. അതിനെ തൊട്ടു താഴെ ഗോവ, കർണാടക, കേരളം, തമിഴ്നാട് എന്നിങ്ങനെ 6 സംസ്ഥാനങ്ങളിലൂടെയാണ് ഇത് കടന്നു പോവുക. പശ്ചിമഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണമാണ് ചോദിക്കുന്നതെങ്കിൽ 6. പശ്ചിമഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം 6. അത് ഗുജറാത്ത്, മഹാരാഷ്ട്ര, തൊട്ടു താഴെ ഗോവ, അതിന് താഴെ കർണാടക, കേരളം, ഏറ്റവും തെക്ക് ഭാഗത്ത് തമിഴ്നാട്. 6 സംസ്ഥാനം. ഇത് ഏത് മുതൽ ഏത് വരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുജറാത്തിലെ താപ്തി തടം മുതൽ, താപ്തി നദിയുടെ തീരമാണ് ഉദ്ദേശിക്കുന്നത്. താപ്തി തടം മുതൽ അല്ലെങ്കിൽ റാൻ ഓഫ് കച്ച് മുതൽ തെക്ക് കന്യാകുമാരി വരെയാണുള്ളത്. അപ്പോൾ ഈ പർവ്വതങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് മഴ ലഭിക്കുന്നതെന്ന് അറിയാം. നമ്മൾ ചെറിയ പ്രായം മുതലേ പഠിക്കുന്നതാണ്, പർവ്വതങ്ങൾ ഉണ്ടെങ്കിലേ, കാടും മരവും ഉണ്ടെങ്കിലേ മഴ കിട്ടുകയുള്ളൂ എന്ന് കേട്ടിട്ടുണ്ടോ? അപ്പൊ അവിടെ സംഭവിക്കുന്ന ഇതാണ്, ഈ സൈഡിൽ നിന്ന് ഒരു മൺസൂൺ മഴയുണ്ട്. ഈ മൺസൂൺ ആണ് നമ്മുടെ കേരളത്തിലെല്ലാം മഴ നൽകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പടിഞ്ഞാറൻ തീരത്ത് മുഴുവൻ മഴ നൽകുന്നത് ഈ മൺസൂൺ ആണ്. ഈ മൺസൂണിന്റെ പേരാണ് തെക്ക് പടിഞ്ഞാറ് മൺസൂൺ. തെക്ക് പടിഞ്ഞാറ് മൺസൂൺ എന്നറിയപ്പെടുന്നത് സൗത്ത് വെസ്റ്റ് മൺസൂൺ. സൗത്ത് വെസ്റ്റ് മൺസൂൺ ആണ് ഈ ഭാഗത്തെല്ലാം മഴ നൽകുന്നത്. അപ്പൊ മൺസൂൺ എന്ന് പറഞ്ഞാൽ കാറ്റാണോ മഴയാണോ? കമന്റ് ചെയ്തോളൂ. മൺസൂൺ എന്ന് പറഞ്ഞാൽ കാറ്റാണോ മഴയാണോ? കാറ്റാണ്. അപ്പൊ കാറ്റടിക്കുമ്പോൾ എങ്ങനെ മഴ കിട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാറ്റടിക്കുമ്പോൾ എങ്ങനെ മഴ പെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണയായിട്ട് വെള്ളച്ചാട്ടത്തിന്റെ അടുത്തൊക്കെ പോകുമ്പോഴത്തേക്കും അവിടെ കാറ്റടിക്കുമ്പോഴത്തേക്കും വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഇങ്ങനെ ജലകണികൾ ഇങ്ങനെ പറന്നു പോകുന്നതാണ്. കടലില് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തിരമാല അടിക്കുമ്പോഴത്തേക്കും കാറ്റ് വീശിക്കഴിഞ്ഞാൽ ഉപ്പ് നിറഞ്ഞ ചെറിയ ജല ഈർപ്പം നമ്മുടെ ജലകണികൾ ഇങ്ങനെ കാറ്റത്ത് വരുന്നത് കാണാം. അതുപോലെ അറബിക്കടലിൽ നിന്നും ബാഷ്പീകരിച്ചു വരുന്ന ജലകണികകൾ, അറബിക്കടലിന്റെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്ന ജലകണികകൾ ഈ കടലിലെ ഈ കാറ്റ് വഹിച്ചു കൊണ്ടുവന്നിട്ട് ഈ തീരത്തോക്ക് വരുന്നു. ഈ തീരത്തെത്തുമ്പോൾ കേരളം, തമിഴ്നാട് എല്ലായിടത്തും മഴ കിട്ടും. ഈ സൈഡിലുള്ള ഗുജറാത്ത്, മഹാരാഷ്ട്ര, കർണാടക, ഗോവ, കേരളം, തമിഴ്നാട് എല്ലായിടത്തും മഴ കിട്ടും. ഈ എല്ലായിടത്തും മഴ കിട്ടിയതിനു ശേഷം ഈ പശ്ചിമഘട്ടത്തിൽ എത്തുമ്പോഴത്തേക്കും അവിടെ ഏറ്റവും കൂടുതൽ മഴ കിട്ടും. പർവ്വത പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടും. ആ പശ്ചിമഘട്ടത്തിൽ കിട്ടുന്ന ജലം അതിനകത്ത് സംഭരിച്ചു വെക്കും. ജലം സംഭരിച്ചു വെക്കും. ഈ സംഭരിച്ചു വെച്ചിരിക്കുന്നതാണ് ചെറിയ നീരുറവയായിട്ട് വരുന്നത്. നമ്മൾ ഇടുക്കി, മൂന്നാർ, വാഗമണ്ണൊക്കെ പോകുമ്പോൾ അറിയാം, റോഡിന്റെ സൈഡിൽ എവിടെ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ നീരുറവകൾ വരുന്നതാണ്. ഈ നീരുറവയാണെങ്കിൽ നമ്മുടെ വീടിന്റെ സൈഡിലും കാണും. നമ്മളുടെ മഴയൊക്കെ പെയ്യുമ്പോൾ നമ്മുടെയൊക്കെ പരിസരങ്ങളിൽ ഉയരമുള്ള മൺതിട്ട പോലുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ ചെറിയ ഊറ്റുപോലെ ചെറിയ നീരുറവ വരുന്നതാണ്. മഴ തീരുമ്പോൾ അതെല്ലാം നിൽക്കും. മഴക്കാലത്ത് മാത്രം കാണുന്ന നീരുറവയൊക്കെ ഉണ്ട്. പക്ഷെ ഇടുക്കി, മൂന്നാറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടേക്കാണെങ്കിൽ ധാരാളം ജലം സംഭരിച്ചു വയ്ക്കും. അതുകൊണ്ട് ആ ഭാഗത്ത് നിന്ന് എപ്പോഴും നീരുറവ വരും. ഈ നീരുറവ ചേർന്ന് ചെറിയ അരുവിയാകും. അരുവികളെല്ലാം ചേർന്ന് വെള്ളച്ചാട്ടവും പിന്നെ പുഴയായിട്ടൊക്കെ ഒഴുകും. അങ്ങനെയാണ് നമുക്ക് നദികളില് ഗോദാവരി, കൃഷ്ണ, കാവേരി ഇതെല്ലാം ഉത്ഭവിച്ചതാണ്. അപ്പോൾ ഈ മൺസൂൺ മഴ ലഭിക്കുമ്പോൾ ഈ മൺസൂൺ മഴ ഇത്രയും സംസ്ഥാനങ്ങൾക്ക് ആദ്യം ലഭിക്കും. എന്നിട്ട് ഈ പശ്ചിമഘട്ട പർവ്വതങ്ങളിൽ സംഭരിക്കും. ഈ സംഭരിക്കുന്നത് ചെറിയ നീർച്ചാലുകളും എന്നിട്ട് വെള്ളച്ചാട്ടങ്ങളും എല്ലാം കൂടെ ആയിട്ട് ലാസ്റ്റ് അത് പുഴയായിട്ട് ഒഴുകും. അത്തരത്തിലുണ്ടാവുന്നതാണ് ഗോദാവരി, കൃഷ്ണ, കാവേരി. അങ്ങനെയാണ് ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നിങ്ങനെ നമുക്ക് അറിയപ്പെടുന്നത്. അപ്പൊ ഈ മഴയുടെ പേരാണ് തെക്ക് പടിഞ്ഞാറ് മൺസൂൺ. അപ്പൊ കേരളത്തിലെ മഴക്കാലം ചോദിച്ചു കഴിഞ്ഞാൽ തെക്ക് പടിഞ്ഞാറ് മൺസൂൺ. കേരളത്തിലെ മഴക്കാലം തെക്ക് പടിഞ്ഞാറ് മൺസൂൺ. ഏതൊക്കെ മാസങ്ങളിൽ, ഏത് മാസം മുതൽ ഏത് മാസം വരെ? കമന്റ് ചെയ്തോളൂ. തെക്ക് പടിഞ്ഞാറ് മൺസൂൺ ഏത് മാസം മുതൽ ഏത് മാസം വരെ? ഏത് മാസം മുതൽ ഏത് മാസം വരെയാണ് തെക്ക് പടിഞ്ഞാറ് മൺസൂൺ? ജൂൺ ടു സെപ്റ്റംബർ. ഓക്കെ, കറക്റ്റാണ്. ജൂൺ ടു സെപ്റ്റംബർ.
അപ്പൊ തെക്ക് പടിഞ്ഞാറ് മൺസൂൺ എന്ന് പറഞ്ഞാൽ സ്കൂൾ തുറക്കുമ്പോൾ ജൂൺ മാസത്തിൽ സ്കൂൾ തുറക്കും. ജൂൺ മാസത്തിൽ സ്കൂൾ തുറക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന മഴ അവസാനിക്കുന്നത് സെപ്റ്റംബർ. ഓണത്തിന്റെയൊക്കെ സമയമാകുമ്പോൾ ഏകദേശം ഈ മഴ അവസാനിക്കുന്നു. നമ്മുടെ ഇപ്പോഴൊക്കെ ഉള്ള മഴ അതിന്റെ അവസാനത്തെ മഴയാണ്. തെക്ക് പടിഞ്ഞാറ് മൺസൂണിന്റെ അവസാനത്തെ മഴയാണ് ഇപ്പൊ പെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിയുമ്പോൾ അപ്പുറത്തെ സൈഡാണ്. ഇപ്പുറത്തെ സൈഡിലാണ് ഒക്ടോബർ നവംബർ, വടക്ക് കിഴക്ക് മൺസൂൺ എന്ന് പറയും. ഈ സൈഡിൽ കിട്ടുന്നതാണെങ്കിൽ വടക്ക് കിഴക്ക് മൺസൂൺ, ഇതിന്റെ മുകളിൽ നിന്ന് വരുന്നതാണ് വടക്ക് കിഴക്ക് മൺസൂൺ. ഇതാണെങ്കിൽ ഒക്ടോബർ നവംബർ. അപ്പൊ ശ്രദ്ധിക്കേണ്ടത്, സ്കൂൾ തുറക്കുന്ന സമയത്ത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ഈ സൈഡിലെ തെക്ക് പടിഞ്ഞാറ് മൺസൂണും, അതായത് അറബിക്കടലിന്റെ സൈഡിൽ തെക്ക് പടിഞ്ഞാറ് മൺസൂണും. എന്നാൽ തൊട്ടടുത്ത് ഒക്ടോബർ നവംബർ മാസമാകുമ്പോൾ വടക്ക് കിഴക്ക് മൺസൂൺ ആണെങ്കിൽ ബംഗാൾ ഉൾക്കടലിന്റെ ഭാഗത്ത് വരും. അപ്പൊ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യാണ്, കാലവർഷം എന്നറിയപ്പെടുന്ന ഏതാണ്? തെക്ക് പടിഞ്ഞാറാണോ വടക്കിഴക്കാണോ? തെക്ക് പടിഞ്ഞാറാണെങ്കിൽ നിങ്ങൾ നോർത്ത് വെസ്റ്റ് NW എന്നിട്ടാലും മതി കേട്ടോ. സോറി, സൗത്ത് വെസ്റ്റ് SW എന്നിട്ടാലും മതി. ചുരുക്കി കമന്റ് ചെയ്തായി. ഇനി വടക്കിഴക്കാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് എന്നുള്ള NW എന്നിട്ടാലും മതി. സോറി, NE എന്നിട്ടാലും മതി. ഏതായാലും കുഴപ്പമില്ല, ചുരുക്കി കമന്റ് ചെയ്താൽ. തെക്ക് പടിഞ്ഞാറ്. അപ്പൊ തെക്ക് പടിഞ്ഞാറ് മൺസൂണിന്റെ മഴ നിഴൽ പ്രദേശം ഏതാണ്? തെക്ക് പടിഞ്ഞാറ് മൺസൂണിന്റെ മഴ നിഴൽ പ്രദേശം തെക്ക് പടിഞ്ഞാറ് മൺസൂണിന്റെ മഴ നിഴൽ പ്രദേശം എന്ന് പറഞ്ഞ സംസ്ഥാനമാണ്. ഏതായിരിക്കും ഒരു സംസ്ഥാനം? തെക്ക് പടിഞ്ഞാറ് മൺസൂണിന്റെ തമിഴ്നാട്. കാരണം നമുക്ക് മഴ നിഴൽ പ്രദേശം ചിന്നാർ അത് വേറെയാണ് മഴ നിഴൽ പ്രദേശം. ഇതാണെങ്കിൽ തെക്ക് പടിഞ്ഞാറ് മൺസൂണിന്റെ മഴ നിഴൽ പ്രദേശം. തെക്ക് പടിഞ്ഞാറ് മൺസൂണിന്റെ മഴ നിഴൽ എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് തമിഴ്നാടാണ്. തെക്ക് പടിഞ്ഞാറ് മൺസൂണിന്റെ മഴ നിഴൽ പ്രദേശം തമിഴ്നാടാണ്. കാരണം ഏറ്റവും കുറവ് മഴ തമിഴ്നാട്. തെക്ക് പടിഞ്ഞാറ് മൺസൂണിൽ ഏറ്റവും കുറവ് മഴ കിട്ടുന്നത് തമിഴ്നാട്. അപ്പോൾ ഏറ്റവും കൂടുതൽ മഴ ആർക്കായിരിക്കും? തെക്ക് പടിഞ്ഞാറ് മൺസൂണിൽ ഏറ്റവും കൂടുതൽ മഴ കേരളം. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ മഴക്കാലം ഒന്ന് കമന്റ് ചെയ്തോളൂ. ഇന്ത്യയുടെ മഴക്കാലം ഏത് മാസം മുതൽ ഏത് മാസം വരെ ഇന്ത്യയുടെ മഴക്കാലം? ഇന്ത്യയുടെ മഴക്കാലം ഏത് മാസം മുതൽ ഏത് മാസം വരെ? സിമ്പിളാണ്. ഇവിടെ സ്റ്റാർട്ട് ചെയ്യും, ഇവിടെ അവസാനിക്കും, അത്രേ ഉള്ളൂ. ഇവിടെ സ്റ്റാർട്ട് ചെയ്യും, ഇവിടെ അവസാനിക്കും. ഏത് മാസം മുതൽ ഏത് മാസം വരെ ഇന്ത്യയുടെ മഴക്കാലം? ജൂൺ ടു സെപ്റ്റംബർ അല്ല, ജൂൺ ടു ഏതുവരെ? കാരണം സെപ്റ്റംബറിൽ ഇവിടെ അവസാനിച്ചു. ജൂൺ ടു നവംബർ. ജൂൺ ടു നവംബർ. കാരണം ജൂൺ ടു സെപ്റ്റംബർ ഈ സൈഡിൽ മഴ കിട്ടി. ജൂൺ ടു സെപ്റ്റംബർ കേരളത്തിന്റെ സൈഡിലൊക്കെ മഴ കിട്ടി. ഒക്ടോബർ നവംബർ ഇവിടെയാണ്. അപ്പൊ നവംബർ ഇവിടെയാണ്. അപ്പോ ജൂൺ ടു നവംബർ. കേരളത്തിന്റെ മഴക്കാലം ചോദിച്ചാൽ ജൂൺ ടു സെപ്റ്റംബർ. കേരളത്തിന്റെ മഴക്കാലം ചോദിച്ചാൽ ജൂൺ ടു സെപ്റ്റംബർ. എന്നാൽ ഈ മഴയുടെ പേരാണ് ഇത് തെക്ക് പടിഞ്ഞാറ് മൺസൂൺ. തെക്ക് പടിഞ്ഞാറ് മൺസൂൺ. എന്നാൽ അപ്പുറത്തെ സൈഡാണ് ഇത് വടക്ക് കിഴക്ക് മൺസൂൺ. വടക്ക് കിഴക്ക് മൺസൂൺ ആണെങ്കിൽ ഏത് കാലഘട്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒക്ടോബർ നവംബർ. ഒക്ടോബർ നവംബർ. പക്ഷെ ഇന്ത്യയുടേത് ചോദിച്ചാൽ ജൂൺ ടു നവംബർ. ഇന്ത്യ ആണെങ്കിൽ ജൂൺ ടു നവംബർ. അങ്ങനെയാണെങ്കിൽ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ കൂടെ, പ്രീവിയസ് ക്വസ്റ്റ്യൻ. കാലാവർഷം എന്നറിയപ്പെടുന്ന ഏത് മൺസൂൺ? കാലാവർഷം. കാലാവർഷം ഓക്കെ. തെക്ക് പടിഞ്ഞാറ് മൺസൂൺ സൗത്ത് വെസ്റ്റ്. അങ്ങനെയാണെങ്കിൽ തുലാവർഷം. തുലാവർഷം ഓക്കെ. വടക്ക് കിഴക്ക് നോർത്ത് വെസ്റ്റ്, സോറി നോർത്ത് ഈസ്റ്റ്. അപ്പോ ഇടവപ്പാതി. ഇടവപ്പാതി ഓക്കെ. സൗത്ത് വെസ്റ്റ് തെക്ക് പടിഞ്ഞാറ് മൺസൂൺ ആണ് ഇടവപ്പാതി എന്നറിയപ്പെടുന്ന കാറ്റ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ മഴയെല്ലാം ലഭിച്ചപ്പോൾ നമ്മുടെ പശ്ചിമഘട്ടത്തിൽ ധാരാളം ജലം സംഭരിച്ചു. ഈ മഴ വെള്ളം മുഴുവൻ തെക്ക് പടിഞ്ഞാറ് മൺസൂണിൽ കിട്ടുന്ന ജലം മുഴുവനാണെങ്കിൽ ഈ പർവ്വതങ്ങളിൽ സംഭരിച്ചതിന് ശേഷം അങ്ങനെ ഉത്ഭവിക്കുന്ന നദികളാണ് ഗോദാവരി, കൃഷ്ണ, കാവേരി. ഗോദാവരി, കൃഷ്ണ, കാവേരി. അപ്പോ ഈ ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കാം, നിങ്ങൾ അറിയാമെങ്കിൽ കമന്റ് ചെയ്തോളൂ, എങ്കിൽ വേഗത്തിലെല്ലാം കവർ ചെയ്തു പോവാം. ഗോദാവരിയുടെ ഉത്ഭവസ്ഥാനം കമന്റ് ചെയ്തോളൂ. മഹാരാഷ്ട്രയിലെ നാസിക്കിലെ എവിടെ നിന്നും? മഹാരാഷ്ട്രയിലെ നാസിക്കിലെ എവിടെ നിന്നാണ് ഉത്ഭവിക്കുക? ത്രയംബക കുന്നുകൾ. ത്രയംബക കുന്നുകൾ. അപ്പൊ ആ വാക്ക് ഓർത്ത് വെക്കുക. മഹാരാഷ്ട്രയിലെ നാസിക്കിലെ ത്രയംബക കുന്നുകൾ. മഹാരാഷ്ട്രയിലെ നാസിക്കിലെ ത്രയംബക കുന്നുകൾ. മഹാരാഷ്ട്രയിലെ നാസിക്കിലെ ത്രയംബക കുന്നുകൾ. ആന്ധ്രാപ്രദേശിലെ ഏറ്റവും നീളം കൂടിയ നദി ചോദിച്ചാൽ ഗോദാവരി. ആന്ധ്രാപ്രദേശിലെ ഏറ്റവും നീളം കൂടിയ നദി ചോദിച്ചു കഴിഞ്ഞാൽ ഗോദാവരി. അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിന്റെ ജീവരേഖ എന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? ഗോദാവരി.
ആന്ധ്രാപ്രദേശിന്റെ ജീവരേഖ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഏതാണ്? ഗോദാവരി. ഓക്കെ, അപ്പൊ ഗോദാവരി നമ്മൾ ഇതിനു മുന്നേ പഠിച്ച പോയിന്റുകൾ ഓർത്ത് ചെയ്യാം. ദക്ഷിണേന്ത്യയിലെ നീളം കൂടിയത്, നമ്മുടെ ഉപദ്വീപീയ ഇന്ത്യയിലെ നീളം കൂടിയത്, ഉപദ്വീപീയ നദികളിൽ കിഴക്കോട്ട് അല്ലെങ്കിൽ പൂർവ്വ ദിക്കിലോട്ട് അല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടലിൽ ഒഴുകുന്ന നീളം കൂടിയത്. ഇനി അതുപോലെ തന്നെ ഉപദ്വീപീയ ഇന്ത്യ, ഡെക്കാൻ പീഠഭൂമി, ദക്ഷിണേന്ത്യ, ഇവിടെ എല്ലാം ഉള്ള നീളം കൂടിയത് ഗോദാവരി. രണ്ടാം സ്ഥാനം കൃഷ്ണ. അപ്പോ നമ്മുടെ ആന്ധ്രാപ്രദേശിന്റെ ജീവരേഖയും ഗോദാവരി. അപ്പോ അടുത്ത് പറയാനുള്ളത് കൃഷ്ണ. കൃഷ്ണയുടെ ഉത്ഭവസ്ഥാനം കമന്റ് ചെയ്തോളൂ. കൃഷ്ണയുടെ ഉത്ഭവം മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ. കറക്റ്റ് ആണ്, മഹാബലേശ്വർ ഉത്ഭവിക്കുന്നതാണ് ഏത്? കൃഷ്ണ. ഗോദാവരിക്ക് 1ാം സ്ഥാനം പഠിച്ചിടത്തോളം കൃഷ്ണയ്ക്ക് 2ാം സ്ഥാനം. അടുത്തത് കാവേരിയുടെ ഉത്ഭവസ്ഥാനം കമന്റ് ചെയ്തോളൂ. കാവേരി. കർണാടകയിലെ ബ്രഹ്മഗിരി കുന്നുകളിലെ തലക്കാവേരി. കറക്റ്റ് ആണ്. കർണാടകയിലെ ബ്രഹ്മഗിരി കുന്നുകളിലെ തലക്കാവേരി ഓക്കെ ആണെന്ന് കരുതുന്നു. അപ്പൊ ഗോദാവരി, കൃഷ്ണയും കാവേരി ഒന്ന് ഓർത്തു ചെയ്യാം. ഗോദാവരി, കൃഷ്ണ, കാവേരി. ഏറ്റവും വലുത് ഗോദാവരിയാണ്. ഇനി തൊട്ട് മുകളിലുള്ള കാര്യം കൂടെ പറയാൻ പോകുന്നു. അപ്പോ എല്ലാം കൂടെ ആകെ കൊളാവണ്ട എന്ന രീതിയില ഇതിനെ അങ്ങ് മായ്ച്ചളയുന്നു. ഇനി മഹാനദിയും നർമ്മദയും താപ്തിയും കൂടെ പറയാം. അപ്പോ ശ്രദ്ധിക്കുക, ഇനി നർമ്മദയും താപ്തിയൊക്കെ സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം മധ്യപ്രദേശിന്റെ ഭാഗത്തായിട്ടാണ് ബാക്കി എല്ലാം വരുന്നത്. തുടക്കം, ഉത്ഭവം മധ്യപ്രദേശിന്റെ ഭാഗത്തായിട്ട് ഒരു മലനിരകളുണ്ട്. ഫസ്റ്റത്തെ വിളിക്കും വിന്ധ്യ പർവ്വതം. തൊട്ട് താഴോട്ടുള്ളതിന് വിളിക്കുന്ന പേരാണ് സത്പുര പർവ്വതം. കിഴക്കോട്ട് പോകുമ്പോൾ ഹൈറ്റ് കുറഞ്ഞത് രണ്ടും ഒന്നിക്കും. ഫസ്റ്റത്തെ പേര് വിന്ധ്യ പർവ്വതം. ഉയരം കൂടിയാൽ നമ്മൾ വിളിക്കുന്ന പേരാണ് പർവ്വതം. എവറസ്റ്റ് പർവ്വതം, കാഞ്ചൻജംഗ പർവ്വതം. അതായത് പർവ്വതം എന്ന് കണ്ടാൽ ഉയരം കൂടിയതും, എന്നാൽ ഉയരം കുറഞ്ഞാൽ പിന്നെ വിളിക്കുന്ന പേര് കുന്നുകൾ, മലനിരകൾ എന്ന് വിളിക്കാം. എവറസ്റ്റ് പർവ്വതം. അതുപോലെ നമ്മുടെ ഈ ഭാഗത്ത് വിന്ധ്യ പർവ്വതം, സത്പുര പർവ്വതം. രണ്ടും കൂടെ ചേരുമ്പോൾ വിന്ധ്യ സത്പുര പർവ്വത നിരകൾ. ഇത് രണ്ടും കൂടെ കിഴക്കോട്ട് പോകുമ്പോൾ ഹൈറ്റ് കുറഞ്ഞാൽ അറിയപ്പെടുന്ന പേര് കമന്റ് ചെയ്തോളൂ. രണ്ടും കൂടെ ഒന്നിക്കുമ്പോൾ ഹൈറ്റ് കുറഞ്ഞാണ് ഒന്നിക്കുക, അപ്പോൾ അറിയപ്പെടുന്ന പേര്. രണ്ടും കൂടെ ഒന്നിക്കുമ്പോൾ അറിയപ്പെടുന്ന പേര് ഏതായിരിക്കും? വിന്ധ്യ സത്പുര ഒന്നിച്ചു കഴിഞ്ഞാൽ ഏത് പേരിൽ അറിയപ്പെടുന്നു? അല്ലെങ്കിൽ ഏതാണ് ഇതിനെ ഒന്നിപ്പിക്കുന്നത്? വിന്ധ്യ പർവ്വതത്തെയും സത്പുര പർവ്വതത്തെയും ഒന്നിപ്പിക്കുന്ന മലനിരകൾ ഏതാണ്? വിന്ധ്യ പർവ്വതത്തെയും സത്പുര പർവ്വതത്തെയും ഒന്നിപ്പിക്കുന്ന മലനിരകൾ. നർമ്മദ എവിടെ നിന്നാണ് ഉത്ഭവിച്ചത്? മഹാനദി എവിടെ നിന്നാണ് ഉത്ഭവിച്ചത്? ഏത് മലനിരകൾ? പൂർവഘട്ടമല്ല, ആരവല്ലിയല്ല, മൈക്കലാ മലനിരകൾ. ശ്രദ്ധിച്ചോളൂ. ആദ്യം വിന്ധ്യ പർവ്വതം, താഴെ സത്പുര പർവ്വതം, കിഴക്കോട് പോകുമ്പോൾ ഉയരം കുറയും, പിന്നെ വിളിക്കുന്ന പേര് മൈക്കലാ മലനിരകൾ. വിന്ധ്യ സത്പുര പർവ്വതം മധ്യപ്രദേശ്. എന്നാൽ ഇത് കിഴക്കോട്ട് പോകുമ്പോൾ ഹൈറ്റ് കുറയുമ്പോൾ പിന്നെ പോകുന്നത് ഛത്തീസ്ഗഡിലോട്ടാണ് പോവുക. പക്ഷെ മൈക്കലാ മലനിരകൾ എവിടെയാണെന്ന് ചോദിച്ചാൽ മധ്യപ്രദേശിലും ഉണ്ട്, ഛത്തീസ്ഗഡിലും ഉണ്ട്, രണ്ടിടത്തും ഉണ്ട്. മൈക്കലാ മലനിര മധ്യപ്രദേശിലും ഉണ്ട്, ഛത്തീസ്ഗഡിലും ഉണ്ട്. പക്ഷെ വിന്ധ്യ പർവ്വതം ഇവിടെ മാത്രമേ ഉള്ളൂ, മധ്യപ്രദേശിന്റെ ഭാഗം. ഇങ്ങനെ മനസ്സിലായിക്കോളൂ. നമുക്ക് മൈക്കലാ മലനിരകൾ ചോദിച്ചു കഴിഞ്ഞാൽ മധ്യപ്രദേശിലും ഉണ്ട്, ഛത്തീസ്ഗഡിലും ഉണ്ട്. പക്ഷെ മധ്യപ്രദേശിന് മാത്രമേ ഏതുള്ളൂ? വിന്ധ്യ സത്പുര പർവ്വതമുള്ളൂ. ഈ വിന്ധ്യ സത്പുര പർവ്വതം മധ്യപ്രദേശ്, മൈക്കലാ മലനിര മധ്യപ്രദേശിലുണ്ട്, ഛത്തീസ്ഗഡിലുണ്ട്. ഈ മധ്യപ്രദേശിന്റെ ഭാഗത്തുള്ള മൈക്കലാ മലനിരകളിലെ അമർഖാണ്ഡ കുന്നുകളിൽ ഉത്ഭവിക്കുന്നത് നർമ്മദ. തൊട്ട് താഴെ ഉത്ഭവിക്കുന്നത് താപ്തി. മധ്യപ്രദേശിലെ അമർഖാണ്ഡ കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നത് അതായത് മൈക്കലാ മലനിരകളിലെ അമർഖാണ്ഡ കുന്നുകൾ. മധ്യപ്രദേശിലെ മൈക്കലാ മലനിരകളിലെ അമർഖാണ്ഡ കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നത് നർമ്മദ. തൊട്ട് താഴെ മുൾട്ടായ് എന്ന് പറയുന്ന കുന്നുണ്ട്. മുൾട്ടായ് കുന്നിൽ നിന്നും ഉത്ഭവിക്കുന്നത് താപ്തി. എന്നാൽ ഛത്തീസ്ഗഡിലെ മൈക്കലാ മലനിരകളിലെ എവിടെ നിന്നാണ് മഹാനദി ഉത്ഭവിക്കുന്നത്? കമന്റ് ചെയ്തോളൂ. ഛത്തീസ്ഗഡിലെ മൈക്കലാ മലനിരകളിലെ എവിടെ നിന്നാണ് മഹാനദി ഉത്ഭവിക്കുന്നത്? സിഹാവോ കുന്നുകൾ. കറക്റ്റ് ആണ്, സിഹാവോ കുന്നുകൾ. അപ്പൊ ഛത്തീസ്ഗഡിലെ മൈക്കലാ മലനിരകളിലെ സിഹാവോ കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് ഏതാ?
താപ്തി. ഛത്തീസ്ഗഡിലെ മൈക്കല മലനിരകളിലെ സിഹാവോ താപ്തി അല്ല, മഹാനദി. അപ്പോ ഛത്തീസ്ഗഡിലെ മൈക്കല മലനിരകളിലെ സിഹാവോ കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നത് മഹാനദി. അപ്പോ ഈ ഭാഗത്ത് 3 പറഞ്ഞത്, നർമ്മദ, താപ്തി, മഹാനദി. ഇത്രയും ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇനി ഹിരാക്കുണ്ട് അണക്കെട്ടൊക്കെ ഉണ്ട്, അത് ഏറ്റവും അവസാന അണക്കെട്ടുകൾ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ ഇത്രയും ക്ലിയർ ആണല്ലോ. ഇത് നിങ്ങൾ ഓർമ്മിക്കേണ്ടത് ഓപ്ഷൻ തന്നിട്ട് ഏത് സംസ്ഥാനത്ത് നിന്ന് ഉത്ഭവിക്കുന്നു, അല്ലെങ്കിൽ ഏത് ഭാഗത്തു നിന്നാണ് ഉത്ഭവിക്കുന്നത്, കിഴക്കോട്ട് ഒഴുകുന്നത് ഏത്, പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് ഏത്, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഇത്രയും ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇനി ഇവിടെ നർമ്മദയിൽ എപ്പോഴും ചോദിക്കുന്ന 1-2 ക്വസ്റ്റ്യൻ പറയാം. ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്ന് വേർതിരിക്കുന്നത് നർമ്മദ. ഇതിനപ്പുറം വടക്കേ ഇന്ത്യ, ഇത് തെക്കേ ഇന്ത്യ. ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്ന് വേർതിരിക്കുന്ന നദി ചോദിച്ചു കഴിഞ്ഞാല് നർമ്മദ. പർവ്വതം ചോദിച്ചാൽ വിന്ധ്യാസത്പുര. ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്ന് വേർതിരിക്കുന്ന നദി ചോദിച്ചാൽ നർമ്മദ. എന്നാൽ പർവ്വതം ചോദിച്ചാൽ വിന്ധ്യാസത്പുര. എന്നാൽ വിന്ധ്യാസത്പുരയെ ഒന്നിപ്പിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ മൈക്കല മലനിര. വിന്ധ്യാസത്പുരയെ ഒന്നിപ്പിക്കുന്നത് ചോദിച്ചാൽ മൈക്കല മലനിര. എന്നാൽ വിന്ധ്യാസത്പുരയെ വേർതിരിക്കുന്നത് ചോദിച്ചാൽ ഏതാണ്? വേർതിരിക്കുന്നത്, ഒന്നിക്കുന്നത് മൈക്കല മലനിരയാണെങ്കിൽ വിന്ധ്യാസത്പുരയെ വേർതിരിക്കുന്നത് ഏതാണ്? വിന്ധ്യാസത്പുരയെ വേർതിരിക്കുന്നത് നർമ്മദ. വിന്ധ്യാസത്പുരയെ വേർതിരിക്കുന്നത് നർമ്മദ. ഓക്കെ, ഇനി ലാസ്റ്റ് ലൂണിയും കൂടെ പറഞ്ഞിരുന്നതാ. ഏറ്റവും അവസാനത്തത് ലൂണി. എന്നിട്ട് നമുക്ക് കുറച്ച് അണക്കെട്ടുകൾ, പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ പറയാം. ഇനി അടുത്തത് ലൂണി. ലൂണി എന്ന് പറയുമ്പോ ഇങ്ങ് മുകളിൽ രാജസ്ഥാനാണ്. ഇവിടെ രാജസ്ഥാന്റെ ഭാഗത്തുള്ള ഒരു മലനിരയാണ് മൈക്കല മലനിര. ആരവല്ലി പർവ്വതം. ആരവല്ലിയിൽ നിന്നും ഉത്ഭവിച്ചിട്ട്, അതായത് രാജസ്ഥാന്റെ ഭാഗത്ത് ആരവല്ലിയിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ അപ്രത്യക്ഷമാകുന്ന നദിയാണ് ലൂണി. ആരവല്ലി പർവ്വതത്തിൽ നിന്നും ഉത്ഭവിച്ചിട്ട് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ അപ്രത്യക്ഷമാകുന്ന നദിയാണ് ഏത്? ലൂണി. കരബന്ധിത നദി, സമുദ്രത്തിൽ പതിക്കാത്ത നദി, മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി, ഇതൊക്കെയാണ് ലൂണി. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, മനസ്സിലാക്കി പിടിച്ചോ. കരബന്ധിതം, സമുദ്രത്തിൽ പതിക്കുന്നില്ല, മരുഭൂമിയിലൂടെ ഒഴുകുന്നു. ഹിമാലയ നദിയോ ഉപദ്വീപീയ നദിയോ അല്ലാത്തതാണ് ഏത്? ലൂണി. ഓക്കെ ആണല്ലോ. അപ്പോ നദികൾ ഞാൻ ആദ്യം പറഞ്ഞത് മുതൽ ഒന്നുകൂടെ ഏകദേശം ഒന്ന് മനസ്സിലോട്ട് കൊണ്ടുവന്നു. ഫസ്റ്റ്, ഹിമാലയ നദി എന്നും ഉപദ്വീപീയ നദി എന്നും 2ആയി തിരിക്കുന്നു. ഇന്ത്യയിലെ നദികളെ 2ആയി തിരിക്കുന്നു, ഹിമാലയ നദി എന്നും ഉപദ്വീപീയ നദി എന്നും. ഹിമാലയ നദികൾ ഏതൊക്കെയാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നീളം കൂടിയത് സിന്ധു, എന്നാൽ കിഴക്കോട്ട് ഒഴുകുന്ന നീളം കൂടിയത് ബ്രഹ്മപുത്ര. ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം കൂടി വെച്ച് കഴിഞ്ഞാൽ ഗംഗ, എന്നാൽ ഹിമാലയ നദികളിൽ ഏറ്റവും നീളം കൂടി വെച്ച് കഴിഞ്ഞാൽ സിന്ധു. ഉപദ്വീപീയ നദികളെ 2ആയി തിരിക്കുന്നുണ്ട്, പടിഞ്ഞാറോട്ട് ഒഴുകുന്നവ, കിഴക്കോട്ട് ഒഴുകുന്നവ. വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ആൻഡ് ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ്. വെസ്റ്റ് ഫ്ലോയിങ് എന്ന് പറയുമ്പോൾ നർമ്മദ, താപ്തി, മാഹി, സബർമതി. മാഹി, സബർമതി ഞാൻ പറയാത്തത് വലിയ ഇമ്പോർട്ടന്റ് അല്ലാത്തതുകൊണ്ടാണ്, വല്ലാണ്ടൊന്നും ചോദിക്കാറില്ല. അടുത്ത കിഴക്കോട്ട് ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി. ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി. ഗോദാവരി, കൃഷ്ണ, കാവേരി എല്ലാം കിഴക്കോട്ട് ബംഗാൾ ഉൾക്കടൽ പൂർവ്വദിക്ക്. നർമ്മദ, താപ്തി, കാവേരി, നർമ്മദ, താപ്തി, മാഹി, സബർമതി എല്ലാം പടിഞ്ഞാറോട്ട്, അതെല്ലാം അറബിക്കടൽ. അപ്പോ ക്വസ്റ്റ്യൻസ് കുറച്ച് ഞാൻ ചോദിക്കാം. ഇത്രയും പഠിച്ചതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാം, എന്നിട്ട് അടുത്ത സെക്ഷനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻസ് വേഗം കമന്റ് ചെയ്തോണേ, ചുരുക്കി കമന്റ് ചെയ്താൽ മതി. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദി, നീളം കൂടി നദി. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം കൂടി നദി. ഗോദാവരി. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം കൂടിയത് ഗോദാവരി. ശ്രദ്ധിക്കുക, ഇന്ത്യയിലെ നീളം കൂടിയത് ചോദിച്ചു കഴിഞ്ഞാൽ ഗംഗ തന്നെയാണ്. എല്ലാവർക്കും ഗംഗയും ഗോദാവരിയും തെറ്റും, സ്വാഭാവികം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇന്ത്യയിലൂടെ ഒഴുകുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഗംഗ തന്നെയാണ്. പക്ഷെ ഗംഗ 2 രാജ്യത്തിലൊഴുകി, ഇന്ത്യയും ബംഗ്ലാദേശും. ഇന്ത്യയും ബംഗ്ലാദേശും 2 രാജ്യങ്ങളോട് ഒഴുകിയുണ്ട്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ എന്നൊരു വാക്കേണ്ടാൽ ഉത്തരം ഗോദാവരി. വ്യത്യാസം ശ്രദ്ധിക്കുക, ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗംഗ, ഇന്ത്യയിലൂടെ ഒഴുകുന്നതല്ല. എന്നാൽ പൂർണ്ണമായും എന്നൊരു വാക്ക് കണ്ടു കഴിഞ്ഞാൽ അത് ഏതാണ്? ഗോദാവരി. അങ്ങനെയാണെങ്കിൽ അറബിക്കടലിൽ പതിക്കുന്ന നീളം കൂടിയ നദി, അറബിക്കടലിൽ പതിക്കുന്ന നീളം കൂടിയ നദി സിന്ധു. ഓക്കെ, അറബിക്കടലിൽ പതിക്കുന്ന നീളം കൂടിയ ഉപദ്വീപീയ നദി,
അറബിക്കടലിൽ പതിക്കുന്ന നീളം കൂടിയ ഉപദ്വീപീയ നദി? നർമ്മദ. അറബിക്കടലിലാണ് നർമ്മദ. അങ്ങനെയാണെങ്കിൽ പൂർവ്വദിക്കിലേക്ക് ഒഴുകുന്ന നീളം കൂടിയ രണ്ടാമത്തെ നദി? പൂർവ്വദിക്കിലേക്ക് ഒഴുകുന്ന നീളം കൂടിയ രണ്ടാമത്തെ നദി? ഓക്കെ, കൃഷ്ണ. കറക്റ്റ് ആണ്. കൃഷ്ണ. പൂർവ്വദിക്കിലേക്ക് ഒഴുകുന്ന നീളം കൂടിയ രണ്ടാമത്തതോ കൃഷ്ണയാണ്. ഓക്കെ, കൃഷ്ണ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹിരാക്കുഡ് അണക്കെട്ട്, ഹിരാക്കുഡിന്റെ പ്രത്യേകത ഏത് നദിയിലാണെന്ന് കമന്റ് ചെയ്തത്. പ്രത്യേകത ഞാൻ പറയാം, നിങ്ങൾ കമന്റ് ചെയ്യാൻ പാടായിരിക്കും. അവിടെ ഏത് നദി? ഹിരാക്കുഡ്. മഹാനദി ഒഡീഷയിലാണ്. മഹാനദി ഒഡീഷ. ഹിരാക്കുഡ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട്. മഹാനദി ഒഡീഷ, ഹിരാക്കുഡ്. മഹാനദിയിലാണ്, ഒഡീഷയിലാണ് ഹിരാക്കുഡ് നദി ഏറ്റവും നീളം കൂടിയത്. എന്നാൽ ഏറ്റവും വലുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫക്രാനങ്കൽ. ഏറ്റവും വലുത് ഫക്രാനങ്കൽ. അത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സത്ലജിലാണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ കോൺക്രീറ്റ് അണക്കെട്ട് കമന്റ് ചെയ്തോളൂ. ഏറ്റവും വലിയ കോൺക്രീറ്റ് അണക്കെട്ട്, ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് അണക്കെട്ട് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് അണക്കെട്ട്, ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് അണക്കെട്ട് ഫക്രാനങ്കലല്ല, ഹിരാക്കുഡല്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് അണക്കെട്ട്, ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് അണക്കെട്ട് നർമ്മദ നദിയിലാണ്. സർദാർ സരോവർ. കറക്റ്റ് ആണ്. നർമ്മദ നദി, സർദാർ സരോവർ. നർമ്മദ നദിയിലാണ് സർദാർ സരോവർ. അപ്പൊ സംസ്ഥാനം കൂടെ ഒന്ന് കമന്റ് ചെയ്തോളൂ. സംസ്ഥാനം ഏത് സംസ്ഥാനത്തായിരിക്കും സർദാർ സരോവർ? ഗുജറാത്ത്. സർദാർ സരോവർ ഗുജറാത്ത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഉയരത്തിലുള്ള അണക്കെട്ട് കമന്റ് ചെയ്തോളൂ. ഏറ്റവും ഉയരത്തിലുള്ള അണക്കെട്ട്, ഏറ്റവും ഉയരം ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള അണക്കെട്ട് തെഹിരി. ഓക്കെ, തെഹിരി ഏത് നദിയിലാണ്? തെഹിരി ഏത് നദി? ഭഗീരഥി, ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡ്. ഗംഗയുടെ ഉത്ഭവസ്ഥാനം പറഞ്ഞ ഭാഗം, ഗംഗ ഉത്ഭവസ്ഥാനത്ത് അറിയപ്പെടുന്ന പേരാണ് ഏത്? ഭഗീരഥി. അത് ഉത്തരാഖണ്ഡിലാണ്. അവിടെയാണ് തെഹിരി ഡാം ഉള്ളത്. ഇന്ത്യയിലെ ഏറ്റവും പഴയ അണക്കെട്ട് കമന്റ് ചെയ്തോളൂ. ഇന്ത്യയിലെ ഏറ്റവും പഴയ അണക്കെട്ട്, ഇന്ത്യയിലെ ഏറ്റവും പഴയത്, ആദ്യത്തേത് എന്നൊക്കെ ചോദിച്ചാൽ ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും പഴയത് അല്ലെങ്കിൽ ആദ്യത്തേത്? കല്ലണൈ. ഓക്കെ, കല്ലണൈയാണ്. അല്ലെങ്കിൽ ഗ്രാൻഡ് അണക്കെട്ട്. ശരിയാണ്, കാവേരിയിലാണ് ഗ്രാൻഡ് അണക്കെട്ട് എന്നറിയപ്പെടുന്നതും കല്ലണൈ എന്നറിയപ്പെടുന്നതും ഒന്ന് തന്നെയാണ്. കാവേരിയിലാണ്, തമിഴ്നാട്ടിലാണ്. അപ്പൊ ഒന്നുകൂടെ പറയാം. ഏറ്റവും വലുത് സർദാർ സരോവർ, ഏറ്റവും വലിയ കോൺക്രീറ്റ് ഡാം സർദാർ സരോവർ. എന്നാൽ ഏറ്റവും വലുത് എന്ന് മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫക്രാനങ്കൽ. ഏറ്റവും നീളം കൂടിയത് ഹിരാക്കുഡ്. ഏറ്റവും ഉയരം കൂടിയത് തെഹിരി. ഏറ്റവും പഴയത് കല്ലണൈ അല്ലെങ്കിൽ ഗ്രാൻഡ് അണക്കെട്ട് എന്നൊക്കെ പറയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗംഗാ നദിയെ മലിനമുക്തമാക്കുന്നതിനായിട്ട്, ഗംഗാ നദിയാണ് മലിനീകരണം ഏറ്റവും കൂടിയ നദി. ഇന്ത്യയിലെ മലിനീകരണം ഏറ്റവും കൂടിയ നദി ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗംഗാ നദിയാണ്. ഗംഗയെ മലിനമുക്തമാക്കുന്നതിനായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് നമാമി ഗംഗ. 2014 നരേന്ദ്രമോദി നടപ്പിലാക്കിയ പദ്ധതിയാണ് ഏതാ? നമാമി ഗംഗ. എന്നാൽ ആദ്യമായിട്ട് കേന്ദ്ര സർക്കാർ പ്രാധാന്യം കൊടുത്ത പദ്ധതി ഉണ്ടായിരുന്നു 1986 ഗംഗ ആക്ഷൻ പ്ലാൻ. കാരണം പുണ്യ നദിയാണ് ഏത്? ഗംഗ. നമ്മുടെ ജീവരേഖയാണ്, ദേശീയ നദിയാണ്. ഓക്കെ, പക്ഷെ പുണ്യ നദിയാണ് ഗംഗ. ഈ ഗംഗയിലാണെങ്കിൽ ചിതാഭസ്മം നമ്മൾ ഇവിടെ കുടത്തിൽ കൊണ്ട് കളയും. കളയുന്നല്ല, നമ്മൾ നിമജ്ജനം ചെയ്യും. എന്നാൽ ഉത്തരേന്ത്യയിലാണെങ്കിൽ ശവം ദഹിപ്പിക്കുന്നതിന് പകരം ചിലപ്പോൾ പകുതി കരിഞ്ഞ ശവം അല്ലെങ്കിൽ ശവം മൊത്തത്തോടെ കർമ്മം ചെയ്തതിനു ശേഷം ഗംഗയിൽ ഒഴുക്കുന്നതായിട്ടുള്ള ഒരു ചടങ്ങുണ്ട്. അപ്പൊ അവരുടേതായ വിശ്വാസപ്രകാരം ഗംഗയിലാണെങ്കിൽ നമ്മൾ ഇവിടത്തെ പോലെ ഈ ചിതാഭസ്മം കുടത്തിലാക്കിയിട്ടല്ല, മുഴുവനായിട്ടുള്ള ബോഡി അല്ലെങ്കിൽ പകുതി കരിഞ്ഞ അഘോരി ടീമൊക്കെ വിറവ് അടുക്കി വെച്ചുകൊണ്ടിരിക്കും. ഈ അഘോരി ടീമൊക്കെ ആണെങ്കിൽ പകുതിയൊക്കെ കരിയുമ്പോൾ തന്നെ മിക്കവാറും എടുത്ത് ജലത്തിൽ ഒഴുകാറുണ്ട്, ഗംഗയിൽ ഒഴുകാറുണ്ട്. അങ്ങനെയും പിന്നെ നമ്മുടെ ഫാക്ടറി മാലിന്യങ്ങൾ, രാസമാലിന്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ നിക്ഷേപിക്കുന്നത് ഗംഗയിലാണ്. അങ്ങനെ മലിനീകരണം കാരണം നമ്മൾ സിനിമയിലല്ല, നമ്മൾ വാർത്തകളിലല്ലാതെയൊക്കെ ഒരുപാട് കണ്ടുണ്ട് കറുത്ത നിറത്തില് ഗംഗ നദി ഒഴുകുന്നതൊക്കെ. അപ്പൊ അങ്ങനെ മലിനമുക്തമാക്കാനായിട്ട് 1986 ആദ്യത്തെ പദ്ധതി ഗംഗ ആക്ഷൻ പ്ലാൻ. എന്നാൽ ഇപ്പോഴുള്ളത് 2014 നരേന്ദ്രമോദിയുടേതായിട്ടുള്ളത് നമാമി ഗംഗ. എങ്കിൽ ഗംഗ ആക്ഷൻ പ്ലാൻ ആരുടെ പദ്ധതി? ആ സമയത്തുള്ള പ്രൈം മിനിസ്റ്റർ ആരാണ്?
1986 1986 ഇന്ദിരാഗാന്ധി 1984 വെടിയേറ്റ് മരിച്ചു. 1984 ഇന്ദിരാഗാന്ധി മരണമടഞ്ഞത്. രാജീവ് ഗാന്ധി, ഓർമ്മിക്കുക, രാജീവ് ഗാന്ധി. ഇന്ദിരാഗാന്ധി. അപ്പൊ ഇനി കുറച്ച് ഹിസ്റ്ററിയിലുള്ള കാര്യം കൂടെയാണ് പറയാൻ പോകുന്നത്, ശ്രദ്ധിച്ചോളൂ. കുറച്ച് ഹിസ്റ്ററിയിലെ കാര്യമാണ് പറയാൻ പോകുന്നത്. 1947 സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് നെഹ്റു ഉണ്ട്, ഓക്കെ. പക്ഷേ നെഹ്റു ആണെങ്കിൽ 64 അന്തരിച്ചു. 1964 നെഹ്റു അന്തരിച്ചു. പിന്നീട് നെഹ്റുവിന്റെ മകളായ ഇന്ദിരാഗാന്ധിയാണ് വരുന്നത്. ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ആണ്. പഞ്ചാബിലെ സുവർണ ക്ഷേത്രത്തില് മറ്റേ ഭിന്ദ്രൻവാല എന്ന് പറയുന്ന ഒരു സിഖ് തീവ്രവാദി എന്ന് നമ്മൾ പറയുന്ന ഒരാളാണ് ഭിന്ദ്രൻവാല. പുള്ളിക്കാരനാണെങ്കിൽ ഈ പറയുന്ന സുവർണ ക്ഷേത്രത്തിനകത്ത് കയറി ഒളിച്ചിരുന്നു. ഖാലിസ്ഥാൻ തീവ്രവാദി എന്നാണ് പറയുക. സിഖ് മതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ഖാലിസ്ഥാൻ തീവ്രവാദി. ഖാലിസ്ഥാൻ എന്ന് പറയുന്ന സെപ്പറേറ്റ് ഒരു രാജ്യം അല്ലെങ്കിൽ സെപ്പറേറ്റ് ഒരു പ്രദേശം തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവര് സമരം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിപ്ലവം നയിച്ചുകൊണ്ടിരുന്നത്. ഖാലിസ്ഥാൻ തീവ്രവാദിയായിരുന്ന ഭിന്ദ്രൻവാല എന്ന് പറയുന്ന വ്യക്തിയാണെങ്കിൽ നേരെ സുവർണ ക്ഷേത്രത്തിൽ പോയി ഒളിച്ചിരുന്നു. സാധാരണയായിട്ട് മതപരമായ കാര്യമായതുകൊണ്ട് തന്നെ സുവർണ ക്ഷേത്രത്തിനകത്ത് പൊതുവിലെ പുറത്തുള്ള ആൾക്കാരെ വലുതായിട്ടൊന്നും നമ്മൾ അലോഡ് അല്ല. ആ സമയത്ത് പട്ടാളം നേരെ അകത്തോട്ട് കയറുക എന്ന് പറഞ്ഞാൽ അവർ ഒട്ടും അനുവദിക്കുന്ന കാര്യമല്ല. ആ ഒരു ഉറപ്പിൽ ഭിന്ദ്രൻവാലയാണെങ്കിൽ നേരെ പോയിട്ട് കയറി അകത്ത് ഒളിച്ചിരുന്നപ്പോഴത്തേക്കും ഈ ഇന്ദിരാഗാന്ധി അടുത്ത് അനുവാദം ചോദിച്ചു. ഇന്ദിരാഗാന്ധി ആണെങ്കിൽ അനുവാദം കൊടുത്തു. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നേരെ ആക്രമിക്കുന്നു. അങ്ങനെ സുവർണക്ഷേത്രം ആക്രമിക്കപ്പെടുന്നു. സുവർണക്ഷേത്രത്തിലെ ചുവരുകളിൽ മിസൈലുകളും മിസൈൽ എന്ന് പറഞ്ഞാൽ മറ്റേ വലിയ ഭൂഖണ്ഡാന്തര മിസൈൽ അല്ല, ചെറിയ മിസൈലുകളും ബോംബുകളും വെടിയുണ്ടകളും തറയ്ക്കുന്നു. അങ്ങനെ മതവികാരം വ്രണപ്പെടുന്നു. അങ്ങനെ സംഭവിച്ചതാണ് ഇന്ദിരാഗാന്ധി വധം. അങ്ങനെ ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട അതേ ദിവസം ഒരാൾ ജനിച്ചു. അതേ ദിവസം എന്ന് പറഞ്ഞാൽ അതേ ഡേറ്റ് ആണ് ഉദ്ദേശിച്ചത്, അതേ ദിവസമല്ല, അതേ ഡേറ്റില് ഒക്ടോബർ 31 ഒരാൾ ജനിക്കുന്നു. പുള്ളിക്കാരനാണെങ്കിൽ പിന്നീട് വളരെ ശക്തനായ കരുത്തുറ്റ ഒരാളായിട്ട് നമ്മുടെ ഭാരതത്തിൻ്റെതായിട്ടുള്ള ഈ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് വരെ നേതൃത്വം കൊടുത്തു നിന്നോ. അതായത് ഇന്ദിരാഗാന്ധി മരിച്ചതിന്റെ അന്ന് ജനിച്ചു എന്നല്ല ഉദ്ദേശിച്ചത്, അതേ ഡേറ്റിൽ ജനിച്ചു എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ. അപ്പോ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് പുള്ളിക്കാരാണെങ്കിൽ നേതൃത്വം കൊടുക്കുന്നു. ആരാണ് ആ വ്യക്തി? പട്ടേൽ, സർദാർ വല്ലഭായ് പട്ടേൽ. അങ്ങനെ പട്ടേൽ ആണെങ്കിൽ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം കൊടുക്കുന്നു. പുള്ളിക്കാരനെ സഹായിച്ച വ്യക്തി ആരാണ്? നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായിട്ട് പുള്ളിക്കാരനെ സഹായിച്ച വ്യക്തി വി പി മേനോൻ. ഇപ്പൊ പറയുന്ന പോലെ ഇങ്ങനെ പറഞ്ഞു പോയാൽ മതിയല്ലോ, ചുമ്മാ ഇനി സമയം കുറവായതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും ബോർഡിൽ വരയ്ക്കുകയോ എഴുതുകയൊന്നും ചെയ്യാത്തത്. ഇത് ഓക്കെ ആണല്ലോ, നമ്മൾ മാക്സിമം പോയിന്റ്സ് കിട്ടും, കുറെ കാര്യങ്ങൾ പറഞ്ഞു പോവാലോ ഇങ്ങനെ. ഓക്കെ. അങ്ങനെ വി പി മേനോനാണെങ്കിൽ കൂടെ നിന്ന് സഹായിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പട്ടേലാണെങ്കിൽ അന്ന് ഇന്ത്യയുടേതായിട്ടുള്ള സ്വാതന്ത്ര്യവേളയിൽ നമ്മൾ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. നമ്മൾ പൊതുവെ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ഗാന്ധിജി ആ സമയത്ത് എവിടെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും പഠിക്കും, ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കാം, സമാധാന ദൂതനായിട്ട് അല്ലെങ്കിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നവഖാലിയിലായിരുന്നു എന്ന് പഠിക്കും. അപ്പോഴേ നമ്മുടെ മനസ്സിൽ പതിന ഒരു സാധനമാണ് നെഹ്റുവും അല്ലെങ്കിൽ പട്ടേലും രാജേന്ദ്ര പ്രസാദും അംബേദ്കറും എല്ലാവരും അധികാരം പങ്കിടാൻ വേണ്ടിയിട്ട് മത്സരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ അധികാരത്തിൻ്റെതായിട്ടുള്ള ഭാഗത്തിരുന്നപ്പോൾ നമ്മുടെ ഗാന്ധിജി മാത്രം പാവം പോയിട്ട് എവിടെയായിരുന്നു? നവഖാലിയിലെ കലാപ മേഖലയിലായിരുന്നു. ഒരു അധികാരം പങ്കിടാനും വന്നില്ല എന്ന് വിചാരിക്കും. സംഭവം ശരിയാണ്, പക്ഷെ അവിടെ ചിന്തിക്കേണ്ടത് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം രൂപീകരിച്ചു, എന്നിട്ട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം രൂപീകരിച്ചു. ഇഷ്ടമുള്ളിടത്ത് ചേരാമെന്ന് നാട്ടുരാജാക്കന്മാർക്ക് അനുവാദം കൊടുത്തപ്പോഴത്തേക്കും എല്ലാ നാട്ടുരാജാക്കന്മാരും സ്വതന്ത്രമായിട്ട് നിൽക്കാനാണ് താല്പര്യപ്പെട്ടത്. നമ്മുടെ തിരുവിതാംകൂർ മുതൽ ഹൈദരാബാദ്, ജുനഗഡ് ഇങ്ങനെ എല്ലാ പ്രദേശങ്ങളും സ്വതന്ത്രമായിട്ട് നിൽക്കാൻ നിന്നു. അപ്പോ ഈ പറയുന്ന എല്ലാവരെയും സംയോജിപ്പിച്ചത് പട്ടേലിന്റെ തീരുമാനപ്രകാരമാണ്. പറ്റാത്ത ഒരേ ഒരു സ്ഥലമായിരുന്നു ജമ്മു കാശ്മീർ. പട്ടേൽ ലാസ്റ്റ് പറഞ്ഞു, നെഹ്റുവിന്റെ അടുത്ത് പറഞ്ഞു, നിയമമൊക്കെ ശരിയാണ്, കരാറൊക്കെ ഒപ്പുവെച്ചത് ശരിയാണ്, ഒരു നിമിഷത്തേക്ക് ഒന്ന് കണ്ണടച്ചു കഴിഞ്ഞാൽ, ഒരു ദിവസം തന്നു കഴിഞ്ഞാൽ കാശ്മീരിനെയും കൂടെ കീഴടക്കാമെന്ന് പറഞ്ഞു. എന്തായാലും നെഹ്റു സമ്മതിച്ചില്ല. അതുകൊണ്ട് കാശ്മീർ ഇന്നും ഒരു തലവേദനയായിട്ട് അവസാനം വരെ വന്നു. അങ്ങനെ ഇതിനെല്ലാം സംയോജിപ്പിച്ച് പട്ടേൽ വന്നു. അതിന്റെ ആദര സൂചകമായിട്ടാണ് ഇന്ന് സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഒരു പ്രതിമ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ സ്ഥാപിച്ചത് ഗുജറാത്തിലാണ്. എവിടെയാണെന്ന് ചോദിച്ചാൽ നർമ്മദയുടെ തീരത്താണ്. നർമ്മദയുടെ തീരത്തായിട്ട് ഗുജറാത്തിൽ സ്ഥാപിച്ചതാണ് നമ്മുടെ പട്ടേൽ പ്രതിമ.
ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിമയാണ് ഇത് പട്ടേൽ പ്രതിമ. 182 അടി ഉയരമുള്ള പ്രതിമയാണ് പട്ടേൽ പ്രതിമ. ലോകത്തെ തന്നെ ഏറ്റവും ഉയരമുള്ള പ്രതിമയാണ് പട്ടേൽ പ്രതിമ. ഈ പ്രതിമയുടെ തൊട്ടടുത്തൊരു അണക്കെട്ടുണ്ട്. ആ അണക്കെട്ടാണ് ഇത് സർദാർ സരോവർ അണക്കെട്ട്. ഈ സർദാർ സരോവർ അണക്കെട്ടിന് തറക്കല്ലിട്ടത് അല്ലെങ്കിൽ ഇതിന് ആരംഭം കുറിച്ചതാരാണ്? സർദാർ സരോവർ അണക്കെട്ടിന് ആരംഭം കുറിച്ചത് പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവാണ് സർദാർ വല്ലഭായ് പട്ടേലിന്റെ പേരിലുള്ള ഈ സർദാർ സരോവർ പദ്ധതി വിഭാവനം ചെയ്തത്. സർദാർ സരോവർ. ഈ സർദാർ സരോവർ വിഭാവനം ചെയ്തു അപ്പോഴത്തേക്കും ഒരു പരിസ്ഥിതി സംഘടന മുന്നോട്ട് വന്നു ഇതിനെ എതിർത്തുകൊണ്ട്. ഏതാണ് ആ സംഘടന? സർദാർ സരോവർ പദ്ധതിക്കെതിരെ പ്രക്ഷോഭം നയിച്ച പരിസ്ഥിതി സംഘടന നർമ്മദ ബച്ചാവോ ആന്തോളൻ. മേധാ പട്കർ രൂപീകരിച്ച പ്രസ്ഥാനമാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. മേധാ പട്കറുടെ രാഷ്ട്രീയ പാർട്ടി ചോദിച്ചു കഴിഞ്ഞാൽ പീപ്പിൾസ് പൊളിറ്റിക്കൽ ഫ്രണ്ട്. നമ്മുടെ മേധാ പട്കറുടെ രാഷ്ട്രീയ പാർട്ടി ചോദിച്ചു കഴിഞ്ഞാൽ പീപ്പിൾസ് പൊളിറ്റിക്കൽ ഫ്രണ്ട്. അങ്ങനെ നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്ന സംഘടന വന്നതോടുകൂടി ആ അണക്കെട്ടിന്റെ പരിപാടി അവിടെ നിന്നു. അണക്കെട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന സർദാർ സരോവർ മാത്രമല്ല അന്ന് വിഭാവനം ചെയ്തത്. ഒരുപാട് അണക്കെട്ടുകളാണ് വിഭാവനം ചെയ്തത്. കാരണം വനഭൂമി ഏറ്റവും ഉള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ്. വനഭൂമി ഏറ്റവും ഉള്ള പ്രദേശമാണ് മധ്യപ്രദേശ്. ആ മധ്യപ്രദേശിൽ നിന്ന് ഉത്ഭവിക്കുന്ന നർമ്മദയ്ക്ക് കുറുകെ ഒരുപാട് അണക്കെട്ടുകൾ നിർമ്മിക്കുക, ആ ഭാഗത്ത് മുഴുവൻ ജലം സംഭരിക്കുക, താഴെ രാജസ്ഥാനിലും മധ്യപ്രദേശിലും മഹാരാഷ്ട്രയുടെ സൈഡിലും എല്ലായിടത്തും ജലമെത്തിക്കുക, ഗുജറാത്തിലെല്ലാം ജലമെത്തിക്കുക, ആ ഭാഗത്തെ ജലസമ്പുഷ്ടമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വന്നത്. ഒരണക്കെട്ടല്ല, ഒരുപാട് അണക്കെട്ടുകൾ ശൃംഖലയായിട്ട് നിർമ്മിക്കാൻ പ്ലാൻ ചെയ്തു. പക്ഷെ അണക്കെട്ട് വന്നു കഴിഞ്ഞാൽ മധ്യപ്രദേശ് ഒരുപാട് ഹെക്ടർ കണക്കിന് വനഭൂമി വെള്ളത്തിനടിയിലായി പോകും. ജന്തുജാലങ്ങൾ നശിക്കും, ജൈവ വൈവിധ്യം നശിക്കും. നമ്മുടെ മധ്യപ്രദേശ് ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള, ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ആ പ്രദേശം കൂടുതലും വെള്ളത്തിനടിയിലായി പോകും. അങ്ങനെ പരിസ്ഥിതി സംഘടന വരുന്നു മേധാ പട്കർ. അങ്ങനെ നർമ്മദ ബച്ചാവോ ആന്തോളൻ. എന്നാൽ 2018 ആയപ്പോഴത്തേക്കും 2017 ആയപ്പോഴത്തേക്കും ഇതിൽ കുറച്ചൊക്കെ കോംപ്രമൈസ് ചെയ്തിട്ട് ഏറ്റവും അവസാനം ഒരു വലിയ അണക്കെട്ട് നിർമ്മിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് അണക്കെട്ടായ സർദാർ സരോവർ ഡാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഡാമായ സർദാർ സരോവർ ഡാം. അങ്ങനെ നരേന്ദ്രമോദി അത് ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ നേരെ ഓപ്പോസിറ്റ് 2018 ഉദ്ഘാടനം ചെയ്തു. അത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ നെഹ്റുവിൻ്റെതായിട്ടുള്ള പട്ടേലിന്റെ ജന്മദിനത്തിൽ തന്നെ ഉദ്ഘാടനം ചെയ്യണം. ഒക്ടോബർ 31 ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും ഉയരമുള്ള പ്രതിമയായ പട്ടേൽ പ്രതിമ. അങ്ങനെയാണ് നമ്മുടെ ഈ പട്ടേൽ പ്രതിമ ഇപ്പോൾ ഇത്രയും പ്രാധാന്യത്തോടെ വരാൻ കാരണം. നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ചത് സർദാർ വല്ലഭായ് പട്ടേൽ. ഭരണഘടനയ്ക്ക് പ്രാധാന്യം കൊടുത്തത് അംബേദ്കർ. പക്ഷെ ഓർമ്മിക്കേണ്ടവരെല്ലാവരും ഏത് പാർട്ടി എന്ന് വെച്ചാൽ INC, പഴയ INC ആണ്. പക്ഷെ ഇന്ന് നോക്കുമ്പോൾ ഓരോരുത്തരെയും ഓരോ പാർട്ടിക്കാർ കൊണ്ടുപോയിട്ടുണ്ട്. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ പട്ടേൽ എന്ന് കേൾക്കുമ്പോഴത്തേക്കും ഉടനെ നമുക്ക് ഒരു പാർട്ടി ഓർമ്മ വരാം. അംബേദ്കർ എന്ന് കേട്ടാൽ മറ്റൊരു പാർട്ടി ഓർമ്മ വരും. ഇങ്ങനെ ഓരോ പാർട്ടിയും, നമുക്ക് ഗാന്ധിജി എന്ന് കേട്ടാൽ ഉടനെ കോൺഗ്രസിന് ഓർമ്മ വരും. അപ്പൊ ഓരോരോ ആൾക്കാരെയൊക്കെ നമ്മൾ ഇന്ന് പല രാഷ്ട്രീയ സംഘടനകളും വീതം വെച്ചുകൊണ്ട് പോയിട്ടുണ്ടല്ലോ. പണ്ട് ഇവരെല്ലാവരും INC, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പോ അന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പല പിളർപ്പിനും വിധേയമായിട്ടുണ്ട്. സൂററ്റ് സ്പ്ലിറ്റ് എപ്പോഴാണ്? കമന്റ് ചെയ്തോളൂ. സൂററ്റ് സ്പ്ലിറ്റ്. ഓക്കെ, അങ്ങനെ സൂററ്റ് സ്പ്ലിറ്റ് ഒക്കെ ആണെങ്കിൽ സംഭവിച്ചു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഒന്നിക്കുന്നു. കുറെ കാലം കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്ദിരാഗാന്ധി മൊറാർജി ദേശായിയും തമ്മിൽ തെറ്റുന്നു. അങ്ങനെ മൊറാർജി ദേശായി ഇടയ്ക്ക് പിണങ്ങിപ്പോകുന്നു. പിന്നെ അതിങ്ങനെ പലരും പിണങ്ങിപ്പോയതിനു ശേഷം പിന്നീട് ഭാരത ജനതാ പാർട്ടി രൂപീകരിച്ചു. അങ്ങനെയൊക്കെ ഏറ്റവും അവസാനം ഇന്ന് കാണുന്ന രീതിയിൽ വിവിധ പാർട്ടികളായിട്ട് ഓരോ ദേശീയ നേതാക്കന്മാരും വിഭജിച്ചങ്ങ് പോയിട്ടുണ്ട്. അപ്പൊ സംഭവം എന്ത് കഴിഞ്ഞാലും ഇനി അടുത്ത് ഓർമ്മിക്കേണ്ട ഒന്നുകൂടെ ഉണ്ടായിരുന്നു, ബംഗ്ലാദേശ് വിമോചനം. നമ്മുടെ ഇന്ത്യ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ അന്ന് പാകിസ്ഥാൻ രൂപീകരിച്ച സമയത്ത് 2 പാകിസ്ഥാനാണ് ഉണ്ടായിരുന്നത്. ഒന്ന് കിഴക്കൻ പാകിസ്ഥാനും ഒന്ന് പൂർവ്വ, അതായത് കിഴക്കൻ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ പൂർവ്വ പാകിസ്ഥാൻ എന്ന് പറയും. പിന്നെ നമ്മുടെ ഇപ്പോൾ കാണുന്ന പാകിസ്ഥാൻ ഉണ്ടായിരുന്നു കിഴക്കൻ പാകിസ്ഥാൻ. ഈ കിഴക്കൻ പാകിസ്ഥാൻ അറിയപ്പെട്ടിരുന്ന പേര് ഇപ്പോൾ ഏത് പേരാണ്? കിഴക്കൻ പാകിസ്ഥാൻ ഇപ്പോൾ അറിയപ്പെടുന്നത് ബംഗ്ലാദേശ് വിമോചനം. പിന്നീടാണ് ബംഗ്ലാദേശ് വിമോചനം നടന്നത്. ബംഗ്ലാദേശ് ആണെങ്കിൽ അതായത് ഒരു ന്യൂനപക്ഷമായിട്ടുള്ള ഒരു പാകിസ്ഥാൻ വിഭാഗമായിട്ടാണ് ഇരുന്നത്. അങ്ങനെ എന്ന സമയത്ത് ഇന്ദിരാഗാന്ധിയാണ് ബംഗ്ലാദേശ് വിമോചനത്തിന് നേതൃത്വം കൊടുത്തത്.
ഇന്ദിരാഗാന്ധി ഇവിടുന്ന് പട്ടാളത്തിനെ വിട്ടതിന് ശേഷമാണ് അവിടെ നിന്ന് എല്ലാവരെയും പാകിസ്ഥാനിലുള്ള, അതായത് നമ്മുടെ ഈ ഭാഗത്തുള്ള പടിഞ്ഞാറൻ പാകിസ്ഥാൻ ഭാഗത്തുള്ള പട്ടാളക്കാരെ എല്ലാം ഓട്ടിച്ചിട്ട് ബംഗ്ലാദേശിന് വിമോചനം കൊടുത്തുണ്ടായത്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളോട് വീണ്ടും വരാം. നമുക്ക് ഇന്ത്യയുടേതായിട്ടുള്ള സ്ട്രക്ചർ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഉപദ്വീപീയ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, ഉപദ്വീപീയ ഇന്ത്യ. അപ്പോ ശ്രദ്ധിക്കുക, ഉപദ്വീപീയ ഇന്ത്യ. ഈ ഉപദ്വീപീയ ഇന്ത്യ എന്ന് പറയുന്ന ഭാഗത്തുള്ള ഏറ്റവും നീളം കൂടിയ നദി ഏതായിരുന്നു? ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. അങ്ങനെയാണെങ്കിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയും ഗോദാവരിയാണ്. മൈക്ക് ആരുടെയൊക്കെ ഓണാണ്, മൈക്കെല്ലാം ഒന്ന് ഓഫ് ചെയ്തോളൂ. അവസാന ഘട്ടത്തിൽ നിൽക്കുകയാണ്, മാക്സിമം പോയിന്റ്സ് ഒന്ന് കവർ ചെയ്യണം. ആ മൈക്ക് ഒന്ന് എടുത്തു. ഓക്കെ, അപ്പോ നമ്മുടെ ഈ ദക്ഷിണേന്ത്യ എന്ന് പറയുമ്പോൾ ഏതൊക്കെ സംസ്ഥാനം വരുമെന്ന് ഓർമ്മിക്കുക. ദക്ഷിണേന്ത്യ നമ്മൾ സാധാരണയായിട്ട് നമ്മൾ വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്ന് വേർതിരിക്കുന്ന നദി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നർമ്മദ. പക്ഷെ ദക്ഷിണേന്ത്യ എന്ന് പറയുമ്പോഴേക്കും നമ്മളാണെങ്കിൽ സാധാരണ കേൾക്കുന്ന ഒരു വാക്കുണ്ട്. ദക്ഷിണേന്ത്യയുടെ മലയാളത്തിൽ ഇംഗ്ലീഷിലാണെങ്കിൽ സൗത്ത് ഇന്ത്യ എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ തെന്നിന്ത്യൻ എന്ന് പറയുന്ന വാക്കാണത്. സൗത്ത് ഇന്ത്യൻ ഫിലിം ഫെയർ അവാർഡ്, സൈമ അവാർഡ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കണ്ടുകൊണ്ടായിരിക്കും. കന്നഡ സിനിമ കാണും, മലയാളം സിനിമ കാണും, തമിഴ് കാണും, തെലുങ്ക് കാണും. കന്നഡ, തമിഴ്, തെലുങ്ക്, മലയാളം. അതായത് കർണാടക ഉൾപ്പെടും, മലയാളമായ കേരളം ഉൾപ്പെടും, തമിഴ്നാട് ഉൾപ്പെടും, ആന്ധ്രാപ്രദേശ് ഉൾപ്പെടും. ഇത്രയും ഉൾപ്പെടുന്നതാണ് ദക്ഷിണേന്ത്യ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയത് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. അപ്പൊ ദക്ഷിണേന്ത്യ എന്ന് പറയുമ്പോൾ ആ ഒരു പ്രദേശം മാത്രമേ ഉദ്ദേശിക്കുക. അവിടുത്തെ നീളം കൂടിയതാണ് ഏതാ? ഗോദാവരി. രണ്ടാം സ്ഥാനത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരുന്നു? കൃഷ്ണ. രണ്ടാം സ്ഥാനമായിരുന്നു ഏതാ? കൃഷ്ണ. ഓക്കെ, അപ്പോ ഇനി അടുത്തതായിട്ട് നമ്മുടെ നമ്മുടെ കൃഷ്ണ നദിയിൽ എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ എപ്പോഴും ചോദിക്കുന്ന 1-2 അണക്കെട്ടുകളുടെ പ്രധാനപ്പെട്ടത് പറയാം. കൃഷ്ണ നദിയിലെ മൊത്തത്തിൽ കൃഷ്ണരാജ മൈക്കൊന്ന് അൺമ്യൂട്ട് ചെയ്തോളൂ, മൈക്കൊന്ന് അൺമ്യൂട്ടല്ല, മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ, കൃഷ്ണരാജസാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഒന്ന് കമന്റ് ചെയ്തോളൂ. കൃഷ്ണരാജസാഗർ ഡാം കാവേരിയിലാണ്. ഓക്കെ, തെറ്റാൻ സാധ്യതയുള്ളതായിരുന്നു. കാവേരിയിലാണ് കൃഷ്ണരാജസാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാല് കാവേരിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ജോഗ് വെള്ളച്ചാട്ടം സ്ഥിരം ചോദിക്കുന്നതാണ്. ജോഗ് വെള്ളച്ചാട്ടം ശരാവതിയാണ് കർണാടക. ശരാവതി കർണാടക. ചിത്രാകോട്ട് വെള്ളച്ചാട്ടം, ചിത്രാകോട്ട് വെള്ളച്ചാട്ടം. ഇന്ദ്രാവതി ഛത്തീസ്ഗഡ്. ചിത്രാകോട്ട് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ഇന്ദ്രാവതി ഛത്തീസ്ഗഡ്. അപ്പോ ഇന്ത്യയുടെ മഴക്കാലം നമ്മൾ പറഞ്ഞു. ഇന്ത്യയുടെ മഴക്കാലം എന്ന് പറയുന്നത് ജൂൺ ടു നവംബർ ആണ്. ഈ മഴക്കാലയളവിലുള്ള കൃഷിയെ നമ്മൾ വിളിക്കുന്ന പേര് ഏതാണ്? റാബിയാണോ, ഖാരിഫാണോ, സെയ്ദാണോ? ഈ മഴക്കാല വിളകൾ അല്ലെങ്കിൽ മൺസൂൺ കാല വിളകൾ എന്നറിയപ്പെടുന്നത് റാബിയാണോ, ഖാരിഫാണോ, സെയ്ദാണോ? ഓക്കെ, കറക്റ്റ് ആണ്, ഖാരിഫാണ്. അങ്ങനെയാണെങ്കിൽ ശൈത്യകാല വിളയെ അറിയപ്പെടുന്ന പേര്? ശൈത്യകാല വിളകൾ ഖാരിഫാണോ, റാബിയാണോ, സെയ്ദാണോ? ശൈത്യകാല വിളകൾ റാബിയാണ്. ശൈത്യകാല വിളകൾ അറിയപ്പെടുന്ന പേര് റാബിയാണ്. ശൈത്യകാല വിള റാബി. വേനൽക്കാല വിളയാണ് ഇത്? സെയ്ദ്. അപ്പോൾ ഇതിന്റെ മാസങ്ങൾ ചോദിച്ചാൽ ഓർമ്മിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്, പറഞ്ഞുതരാം. മാസങ്ങൾ ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഏതൊക്കെ മാസം ഏതൊക്കെ വിളയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൂണിൽ സ്കൂൾ തുറക്കുമ്പോ മഴ പെയ്യുമ്പോൾ നെൽപ്പാടങ്ങളിലൊക്കെ ആണെങ്കിൽ വയൽ പ്രദേശങ്ങളിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്ന നെല്ലൊക്കെ വളരുന്ന കോർത്തു വെച്ചോ, അതൊക്കെ ഖാരിഫ് വിളയാണ്. ജൂണിൽ മഴ പെയ്യുമ്പോൾ വിത്ത് വിതച്ചിട്ട് നവംബറിൽ മഴ തീരുമ്പോൾ വിളവെടുക്കുന്നതാണ് ഖാരിഫ് വിളകൾ. അടുത്ത സെയ്ദാണ് പറയാൻ പോകുന്നത്. വേനൽക്കാല വിളയാണ് ഏത്? വേനൽക്കാല വിള എന്ന് പറയുമ്പോൾ മാർച്ചില് സ്കൂൾ അവധി, മാർച്ചിൽ പബ്ലിക് എക്സാം, വേനൽക്കാല അവധി. ആ മാർച്ചിൽ വിത്ത് വിതയ്ക്കും.
എന്നിട്ട് ഏറ്റവും അവസാനം ജൂണില് മഴയ്ക്ക് മുന്നേ വിളവെടുക്കണം. പഴം പച്ചക്കറികളൊക്കെയാണ് ഉദാഹരണം, പഴം പച്ചക്കറികൾ. കാരണം നമുക്കറിയാം വെള്ളരി തണ്ണിമത്തനൊക്കെ പോലുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിൽ മഴക്കാലത്ത് അതായത് നമ്മൾ വള്ളിയിലൊക്കെ പടർന്നു കിടക്കുന്ന തറയിൽ കിടക്കുന്ന ആ പടവലം വെള്ളരിയൊക്കെ ഓർമ്മിച്ചാൽ മതി. മഴ പെയ്തു കഴിഞ്ഞാൽ വള്ളിയൊക്കെ അഴുകി പോകും, ഇതെല്ലാം ഇല്ലാതായി പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ വേനൽക്കാല വിളയായിട്ടുണ്ടായിരിക്കുന്ന ഇവയെല്ലാം മാർച്ചിൽ വേനൽ ആരംഭിക്കുമ്പോൾ വിത്ത് വെച്ച് കഴിഞ്ഞാൽ ജൂണിൽ മഴയ്ക്ക് മുൻപേ എടുക്കണം, മഴയ്ക്ക് മുന്നോടിയായിട്ട് എടുക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റാബി വിള, ശൈത്യകാല വിള എപ്പോഴെന്ന് വെച്ചാൽ നവംബറിലാവുമ്പോൾ വിത്ത് വിതയ്ക്കും, നവംബറിൽ. മാർച്ച് ആവുമ്പോൾ വിളവെടുക്കും. ഇവിടെ മാസങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കണം. കാരണം ഈ കാണുന്ന മാസങ്ങളെല്ലാം ചിലപ്പോൾ 1-2 മാസം മുന്നിലോ പിന്നിലോ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മനസ്സിലാക്കി പഠിച്ചോ. മഴ തുടങ്ങുമ്പോൾ വിത്ത് വിതയ്ക്കും, നവംബർ മഴ തീരുമ്പോൾ വിളവെടുക്കും. ഈ നവംബറിൽ പകുതി ആകുമ്പോൾ ശൈത്യമാണ്. ഇത് നവംബർ ആദ്യത്തെ ആഴ്ചയാണ് ഇവിടെ വിളവെടുക്കുന്നത്. എന്നാൽ നവംബറിന്റെ പകുതി ആകുമ്പോൾ ശൈത്യമാണ്, തണുപ്പ് തുടങ്ങും. അതായത് നവംബർ ഡിസംബർ ജനുവരിയുടെ ആ സമയം തണുപ്പ്. അപ്പൊ നവംബറിൽ വീണ്ടും വിത്ത് വിതയ്ക്കും. അതേ മാസം തന്നെ പകുതി ആയപ്പോഴത്തേക്കും വീണ്ടും വിത്ത് വിതച്ചു. എന്നിട്ട് മാർച്ചില് ചൂട് തുടങ്ങുകയാണ്. മാർച്ചിൽ വേനൽക്കാല അവധിയുടെ സമയത്ത് ചൂട് തുടങ്ങുകയാണ്. ആ ചൂട് തുടങ്ങുന്ന സമയത്ത് ഇവിടെ വിളവെടുക്കും, മാർച്ചിൽ വിളവെടുക്കും. അതേ സമയത്ത് ചൂട് കനക്കുമ്പോൾ മാർച്ചിൽ വീണ്ടും അടുത്തത് സെയ്ത് വിളവിറക്കും. സെയ്ത് വിളവിറക്കിയിട്ട് മഴയ്ക്ക് മുന്നോടിയായിട്ട് ജൂണിൽ മുന്നോടിയായിട്ട് വിളവെടുക്കും. ഇതാണ് കോൺസെപ്റ്റ്. ചിലപ്പോൾ നിങ്ങൾ കാണുമ്പോഴത്തേക്കും നവംബറിന് വാരം ഒക്ടോബർ ആയിരിക്കും. ആൻസർ ശരി തന്നെയാണ്, മനസ്സിലാക്കി പഠിച്ചാൽ മതി. ശൈത്യത്തിന്റെ മുൻപായിട്ട് മൺസൂണിന്റെ അവസാനം വിളവെടുക്കും. അടുത്തത് മാർച്ച് ചിലപ്പോൾ കാണണമെന്നില്ല. മാർച്ചിന് വാരം തൊട്ടടുത്ത 1 മാസം മുന്നിലോ പിന്നിലോ ആയിരിക്കും, എങ്കിലും അത് മതി. അപ്പൊ ഈ കാണുന്ന മാസങ്ങളൊക്കെ കാര്യം മനസ്സിലാക്കി പഠിച്ചാൽ മതി. ചിലപ്പോൾ 1 മാസം മുന്നിലോ പിന്നിലോ ചോദിക്കാം. അത് കാണാതെ പഠിക്കേണ്ട കാര്യമല്ല. കാരണം ഈ കാണുന്ന നവംബർ ആദ്യത്തെ ആഴ്ച, ഈ കാണുന്ന നവംബർ പകുതി, ഈ കാണുന്ന മാർച്ച് ആദ്യത്തെ ആഴ്ച, ഈ കാണുന്ന മാർച്ച് പകുതി. ഇത് മഴയ്ക്ക് മുന്നോടിയായി, മൺസൂണിന് മുന്നോടിയായി. ഇത് മൺസൂണിന്റെ ആരംഭം. അതായത് 1 മാസം തന്നെ 2 കോൺസെപ്റ്റ് ആണ്. അതുകൊണ്ട് അഥവാ ഈ 1 മാസമല്ല കാണുന്നതെങ്കിൽ 1 മാസം മുന്നിലോ പിന്നിലോ ആവാൻ സാധ്യതയുണ്ട്. അപ്പോ തൽക്കാലം ഇത്രയും ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ ഇതിന്റെ എല്ലാം നോട്ടിലെ ഏതൊക്കെ വിളയാണ് എങ്ങനെയാണെന്നുള്ളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇടും. ഏതൊക്കെയാണ് ഖാരിഫ്, ഏതൊക്കെയാണ് റാബി, ഏതൊക്കെയാണ് സെയ്ദ്. അപ്പോൾ ഇത്രയും ക്ലിയർ ആണ് തരുന്നു. ഞാൻ ഏകദേശം 1 മണിക്കൂറോളം അത്യാവശ്യം സ്ലോയിൽ ലാഗ്, അവസാനം ഒരു അരമണിക്കൂറോളം അല്പം സ്പീഡിൽ പോയി. കാരണം ഇതാണ്, 2 വിഭാഗക്കാരായിരിക്കും മിക്കവാറും എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. ഒരു വിഭാഗം ആൾക്കാർ ഇതെല്ലാം പഠിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും, അത്യാവശ്യം അറിയാവുന്ന ആൾക്കാരായിരിക്കും. അവർക്ക് ഞാനാണെങ്കിൽ തീരെ ലാഗ് ചെയ്ത് കഴിഞ്ഞാൽ തീരെ ബോറായിട്ട് തോന്നും. അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ലാസ്റ്റ് ഞാൻ അത്യാവശ്യം എളുപ്പത്തിൽ ഒരുപാട് കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു വരും. പക്ഷെ എല്ലാവർക്കും അത് ഒരുപോലെ മനസ്സിലാവണമെന്നില്ല. ചില ആൾക്കാർക്ക് അതല്പം ഞാൻ സ്പീഡ് കൂടിയതായിട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് എന്റെ പോയിന്റ്സ് ക്യാച്ച് ചെയ്യാൻ പറ്റാതെയോ വരാം. അപ്പൊ അവരെ കൂടെ പരിഗണിച്ചിട്ടാണ് ഞാൻ 1 മണിക്കൂറോളം ആദ്യം ടോപ്പിക്ക് അത്യാവശ്യം സ്ലോയിൽ പറഞ്ഞ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചിലർക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ അവർക്ക് ഏകദേശം എല്ലാം ഒരു മാരത്തൺ പോലെ ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇനി ബേസ് ഒന്നും അറിയൂടാത്ത ആൾക്കാരാണെങ്കിലും ബേസ് മുതലേ കാര്യങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഏകദേശം ഒരുപോലെയൊക്കെ കാര്യങ്ങൾ കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. മാക്സിമം പോയിന്റ്സ് കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ ഹിസ്റ്ററിയുടെ പോർഷനും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഹിസ്റ്ററിയുടെ പോർഷനും കൂടെ ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക.